എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും റാങ്ക് മേക്കിംഗ് സീരീസിലെ ക്ലാസ് 3ലേക്ക് സ്വാഗതം. നമ്മള് +1 അധ്യായം 3 എക്കണോമിക്സിൽ വരുന്ന ഒരു ഭാഗമാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തല്. നമുക്ക് ഈ അടുത്ത നിങ്ങൾ വിചാരിക്കുന്നതാണ് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നിങ്ങൾ പരിചയപ്പെടാത്തത് കൊണ്ടാണ് അയ്യോ കൊല്ലം വന്നു, കണ്ണൂർ എന്താണ് NCERT വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. അതല്ല, ഇത് 2023 ഫെബ്രുവരി തുടങ്ങിയിട്ടേ വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പഠിക്കാത്തതിന് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എവിടെയും പോയിട്ട് പറയാനും പറ്റില്ല. എന്തുകൊണ്ട് 10th ബേസിലുള്ളവർക്ക് +1 ചോദിക്കുന്നു? അവരുടെ ലാസ്റ്റ് നമുക്ക് എല്ലാറ്റിനും സിലബസിന്റെ താഴെ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ക്വസ്റ്റ്യൻ ഇടുന്നത് അത് അവരുടെ ഇതാണെന്ന് പറയുന്നുണ്ട്. അത് അവർ മുൻകൂർ ജാമ്യം അവർ വാങ്ങിക്കുന്നുണ്ട്. നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഒരിക്കലും കൊല്ലമോ കണ്ണൂരോ അല്ല ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൂട്ടുകാർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അത് ആദ്യമേ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഇരിക്കേണ്ടതായിരുന്നു. കാരണം പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ, ഞാൻ നിങ്ങളെ മാത്രമായിട്ട് പറയില്ല, അത് ഞാനാണെങ്കിലും അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ പിന്നെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അയ്യോ എന്താ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമ്മള് എന്താണ് NCERT നമ്മൾ കേരള ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കേരള ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നമ്മൾ പത്രങ്ങളുണ്ട്, കുറെ പത്രപ്രവർത്തനം, NCERT വരുന്ന പത്രപ്രവർത്തനങ്ങളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരള ഹിസ്റ്ററിയിൽ 2 കേരളം ആധുനിക സമ്പദ് വ്യവസ്ഥ അത് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. ആധുനികതയിലേക്ക് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ഹിസ്റ്ററിയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ NCERT നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് അടുത്ത് തന്നെ ചെയ്തതാണ്. അപ്പൊ ഹിസ്റ്ററി ഭാഗത്തൊക്കെ നിങ്ങൾ അത് നോക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ക്ലാസ് ഇട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഒരു ഇത് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് എക്കണോമിക്സ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നാളെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെ എന്ത് ചെയ്യാം? നാളേക്ക് ക്ലാസ് ഇടാനുള്ള സാധ്യത കുറവാണ്. കാരണം നാളെ എക്സാം ഉണ്ടല്ലോ, ലാബോറട്ടറി ഡെക്സ് കൺട്രോളിന്റെ എക്സാം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാളേക്ക് ക്ലാസ് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാം? ഇത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തല്. നമുക്ക് എന്ത് ചെയ്യാം? ഡീപ്പായിട്ട് പഠിക്കാം. ഞാൻ ലെസൺ ഫുള്ള് ഇവിടെ അതായത് ആൻസർ വരുന്ന ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പറഞ്ഞാൽ അവിടെ കാര്യം ഒറ്റ പോയിന്റ് ഇല്ല. വെറുതെ പഴയ കാലങ്ങളിലെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ഇതിലിപ്പോ വലിയ ലെങ്ത് ആകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ? പോയിന്റ് വരുന്നവിടെ മാത്രം പഠിച്ചു പോകാട്ടോ. അല്ലാതെ ഇരുന്ന് നമ്മളത് വായിച്ചതൊക്കെ മനസ്സിലാക്കാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് തലയ്ക്ക് പ്രാന്താകും. സത്യം പറഞ്ഞാൽ എക്കണോമിക്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾക്കൊക്കെ ശരിയല്ല, അതൊക്കെ നമുക്കൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹിസ്റ്ററിയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹിസ്റ്ററി വിഷയമില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പണിക്ക് പോയി കിട്ടിയാൽ മതി എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് സത്യം. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് പോയിന്റ് വരുമ്പോൾ മാത്രം സ്ട്രെസ് ചെയ്യല്ലാതെ വെറുതെ ഒന്നും കൂടി വായിച്ചു പോവാ കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതൊന്ന് വെരി ഇമ്പോർട്ടന്റ്, ഞാൻ എന്തായാലും ഞാൻ വെരി ഇമ്പോർട്ടന്റ് എന്ന് നോട്ട് ചെയ്യാട്ടോ. ആ ഭാഗങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നാളെ ഒരു കോട്ടിംഗ് തരുവാണ്. സാമ്പത്തിക വികസനം കൊണ്ട് എല്ലാം ആകില്ല എന്നതിലും GDP സാമൂഹ്യ പുരോഗതിയുടെ ഒരു അളവുകോലല്ല എന്നതിലും ലോകത്ത് ഇപ്പോൾ ഏകാഭിപ്രായമാണ് ഉള്ളത്. ആരാണ്? KR നാരായണനാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ പോയിന്റ് നന്നായിട്ട് വായിക്കുക. പോസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വായിക്കുക കേട്ടോ. സാമ്പത്തിക വികസനം കൊണ്ട് എല്ലാം ആകില്ല എന്നതിലും GDP സാമൂഹ്യ പുരോഗതിയുടെ ഒരു അളവുകോലല്ല എന്നതിലും ലോകത്ത് ഇപ്പോൾ ഏകാഭിപ്രായമാണുള്ളത്. KR നാരായണൻ. അപ്പൊ ഞാൻ ഇങ്ങനെ വെരി ഇമ്പോർട്ടന്റ് ഇടാം. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചിട്ട് നന്നായിട്ട് മാറ്റുക കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് വായിക്കാം. മുതലാളിത്തത്തിന്റെയും ഞാൻ അത് വായിക്കുന്നേ ഉള്ളൂ. പോയിന്റ് വരുമ്പോ അവിടെ എന്ത് ചെയ്യും? സ്ട്രെസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് എന്നിട്ട് ആ ഭാഗങ്ങൾ പഠിക്കുക. അപ്പൊ വേഗം ആയില്ലേ? അപ്പൊ നമുക്ക് ലെസണിന് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ അയ്യോ ഞാൻ ആ ലെസണിന്റെ ഇടയിൽ നിന്നൊക്കെ കുറച്ച് പോയിന്റ് അല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇനി അതിൽ പോയിന്റ് ബാക്കി കിടക്കും. നമ്മളല്ലേ ആൾക്കാർ, നമ്മളെന്നില്ല, അത് നമ്മുടെ സെൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇന്നിപ്പോ ഞാനിപ്പോ ഈ ലെസന്റെ ഇടയിൽ നിന്ന് കുറച്ച് പോയിന്റ് ഇട്ടെന്നാൽ നിങ്ങൾ ചിന്തിക്കാം അയ്യോ ഇല്ലല്ലോ, ഇതിന്റെ ഇടയിൽ അന്ന് ആ ഇടയിൽ നിന്ന് കുറച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇനി കുറെ പോയിന്റ് അതിന് കിടക്കണ്ട. അപ്പൊ ആ ലെസൺ ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യണ്ട? ഇനി നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത പോയിന്റ്, അപ്പൊ ഈ പോയിന്റ് വേണമെങ്കിൽ ചിലപ്പോൾ അറിയാത്തതായിരിക്കാം, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ ഇടയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇടയിൽ പഠിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? അതായത് നോർമലായിട്ട് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമല്ലോ, അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് പോയിന്റ് കിട്ടുന്നത് മാത്രം നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി +1 +2 തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇനി ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, OA എക്സാം വരുന്നുണ്ട്, ഇതൊക്കെ കയറി വരും. സെക്രട്ടറിയേറ്റ് OA പറഞ്ഞു, ലാബ് അസിസ്റ്റന്റ് ഒക്കെ നമ്മുടെ 10th ഈ മെയിൻ സിലബസ് ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കയറി വരും. അപ്പൊ ഇനി നാളെ ഇത് നിങ്ങൾ ഒരിക്കലും പറയരുത് കേട്ടോ. എന്താണ് അയ്യോ ഞാൻ അന്ന് +1 പഠിച്ചില്ല, അന്ന് ഞാൻ എന്താണ് മിസ് ക്ലാസ് വരുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആ വേറൊരു ക്ലാസ് കണ്ടത് പകുതി അതിൽ അങ്ങനെയല്ല. ഇതിവിടെ കംപ്ലീറ്റ് ആണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തതും അവിടെ കംപ്ലീറ്റ് ആണ്. ഇനി അതിലൊന്നും എക്സ്ട്രാ പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ
നോക്കാം കേട്ടോ. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത്. ഇത് പഠിച്ചോളൂ, ഇതൊന്ന് പഠിച്ചോളൂ കേട്ടോ. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിശ്ര സമ്പദ്ഘടനയാണ് അല്ലെ. കാരണം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, പിന്നെ ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ നമ്മുടെ ഇന്ത്യ ഏതായിരുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു. പഠിച്ചല്ലോ. ഇനി കാലാകാലങ്ങളായി പല നയങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് സാമ്പത്തിക വിദഗ്ധർ മിശ്ര സമ്പദ് വ്യവസ്ഥയിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ നയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് ഒരു വിഭാഗം പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ സാമ്പത്തിക മുരടിപ്പിൽ നിന്നാണ് രാജ്യത്തിന്റെ വികസന പാതയ്ക്ക് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി ദേശീയ സമ്പാദ്യത്തിൽ വളർച്ച നേടാനായിട്ട് കഴിഞ്ഞു. വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ മേഖല വികസിച്ചു വന്നു. കൂടാതെ കാർഷികോൽപ്പന്നങ്ങളുടെ സുസ്ഥിരമായ വികസനം ഭക്ഷ്യ സുരക്ഷ ഉറപ്പു നൽകി. ഇതൊക്കെയാണ് മറ്റൊരു വിഭാഗം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അപ്പൊ ഓരോരോ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളാണ് ഇതില് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, വായിക്കുമ്പോ തന്നെ മനസ്സിലാവും. ഇനി അതിന്റെ ഭാഗമായി ദേശീയ സമ്പാദ്യ വളർച്ച, വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ മേഖല വികസിച്ചു വന്നു. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സുസ്ഥിരമായ വികസനം ഭക്ഷ്യ സുരക്ഷ ഉറപ്പു നൽകി. ഇതൊക്കെയാണെന്ന് നമ്മൾ ഇത്ര പറഞ്ഞു അല്ലെ. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. 1991 പഠിക്കണേ. വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യ അഭിമുഖീകരിച്ചു. അപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ അഭിമുഖീകരിച്ച വർഷം എപ്പോഴാണ്? 1991 വിദേശ കടവുമായിട്ടാണ് കേട്ടോ. വിദേശ കടവുമായി. അപ്പൊ നമുക്ക് പോയിന്റ് വരുന്ന ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടായില്ല, വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. അല്ലാണ്ട് നമ്മൾ ഇരുന്ന് പഠിച്ച് തോന്നുമ്പോൾ നമുക്കൊക്കെ മതിയാകും. പിന്നെ അന്നത്തെ ആ ദിവസം തന്നെ പോക്കായിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി. ഒന്ന് കൂളായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുക കേട്ടോ. 1991 വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യ അഭിമുഖീകരിച്ചത് കേട്ടോ. അത് പഠിച്ചല്ലോ. ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. 91 വിദേശ കടം. ഇനി വിദേശ കടത്തിന്റെ തിരിച്ചടവ് പോലും നടത്താൻ ഗവൺമെന്റിന് കഴിയാത്ത അവസ്ഥയായിരുന്നു. എണ്ണയും മറ്റു പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിദേശ നാണ്യ ശേഖരം വളരെ പരിമിതമായിരുന്നു. അതായത് ഇപ്പൊ പെട്രോളിയം, കൽക്കരി, ഇന്ധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇന്ധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് നമുക്ക് ഇറക്കുമതി ചെയ്യണം. നമ്മുടെ രാജ്യത്തൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെ. അപ്പൊ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണ്ടേ. ഇറക്കുമതി ചെയ്യുമ്പോൾ വെറുതെ ഇറക്കുമതി ചെയ്താൽ മതിയോ? പോരാ അല്ലെ. അവിടെ വിദേശ നാണ്യ ശേഖരം കൊടുക്കണം. അവിടെ നമ്മൾ കരുതണം. പക്ഷെ അന്ന് എന്ത് ചെയ്യണം, അത് ഇറക്കുമതി ചെയ്യാനുള്ള പൈസ പോലും എന്തുണ്ടായിരുന്നില്ല, അന്നത്തെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത് 1991 വിദേശ കടം നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതായത് രാജ്യത്തിന്റെ കൈവശമുള്ള വിദേശ നാണ്യ ശേഖരം ഏതാണ്ട് 2 ആഴ്ചക്ക് ശ്രദ്ധിക്കണം. അത് ഈ ഒരു ഇടയ്ക്ക് ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. എത്ര ആഴ്ചക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വിദേശ നാണ്യ ശേഖരം 2 ആഴ്ചക്ക് പോലും ആവശ്യമായി ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പുതിയ നയങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് 1991 വിദേശ കടവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നത്. നമ്മുടെ രാജ്യത്തില്, അതായത് നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ 2 ആഴ്ചക്കുള്ള വിദേശ ശേഖരം, അതായത് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താണ്, ഭക്ഷ്യോൽപാദനം, നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വിലയും കൂടിയിട്ട് എന്ത് ചെയ്തു, വർദ്ധിച്ചു. അപ്പൊ സാധനങ്ങൾ ഇറക്കണ്ടേ, പറ്റൂ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, വിദേശ നയം എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. പുത്തൻ സാമ്പത്തിക നയം അല്ലെ കൊണ്ടുവരുന്നത് 1991 തന്നെയാണ്. അത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ വിദേശ കടവുമായി ബന്ധപ്പെട്ട് 91 ഈ ഭാഗം ഒക്കെ ആയല്ലോ. 2 ആഴ്ചക്ക് പോലുള്ള വിദേശ നാണ്യ ശേഖരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. അതുപോലെ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ വികസന തന്ത്രത്തിന്റെ ദിശ മാറ്റുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലം, ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, വിവിധ മേഖലകളിൽ ഇതിന്റെ ആഘാതം എന്നിവയെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതില്
ഈ ലെസണിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് പശ്ചാത്തലം നോക്കുക. സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത് 1980-കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണ നിർവഹണമായിരുന്നു. ഇപ്പൊ നമ്മൾ 91-ൽ പറഞ്ഞു വിദേശ കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു. ആ ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് തന്നെ വിദേശ കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് നോക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത് 1980-കളിൽ തന്നെ തുടങ്ങി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യക്ഷമതയില്ലാത്ത ഒരു ഭരണമായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ അച്ചടക്ക നടപടികളോടുകൂടി കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഓരോ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ടിട്ടില്ലേ, ഓരോ രാജ്യങ്ങളിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഓരോ രാജ്യങ്ങൾ അനുഭവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ രാജ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 1980 കാലഘട്ടത്തില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയില് ഒരു അന്നത്തെ ഭരണകർത്താക്കളില് ഈ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? കാര്യക്ഷമത ഇല്ലാത്ത ഒരു ഭരണമായിരുന്നു അവിടെ നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 1991-ൽ നല്ല രീതിയിൽ എന്ത് ചെയ്തത്? വിദേശ കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ ഇന്ത്യക്ക് വരാനായിട്ടുള്ള കാരണം. മനസ്സിലായല്ലോ? ഈ പോയിന്റ് നോക്കണം കേട്ടോ. ഇനി വിവിധ നയങ്ങളും പൊതുഭരണവും നടപ്പാക്കുന്നതിനാവശ്യമായ ധനസഞ്ചയം, നികുതികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം തുടങ്ങിയ ഉറവിടങ്ങളിൽ നിന്ന് ഗവൺമെന്റ് കണ്ടെത്തും. ഇനി ചെലവ് വരുമാനത്തെക്കാൾ ഉയർന്നതാണെങ്കിൽ ആ കമ്മി നികത്തുന്നതിനായിട്ട് ബാങ്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെന്റ് കടമെടുക്കും. നോക്കിക്കേ, ചെലവ് വരുമാനത്തെക്കാൾ ഉയർന്നതാണെങ്കിൽ, വരുമാനം 100 രൂപ, ചെലവോ 200 രൂപ, അങ്ങനെയാണെങ്കിൽ അതൊരു കണക്കൊന്ന് ഞാനൊന്ന് മനസ്സിലേക്കൊന്ന് പതിയാൻ വേണ്ടി പറഞ്ഞതാണ്. ചെലവ് എന്താണ്? വരുമാനത്തെക്കാൾ ഉയർന്നതാണെങ്കിൽ. ഇപ്പോ നമുക്ക് വരുമാനം 100, നമ്മുടെ രാജ്യത്തിന്റെ ചെലവ് വന്നിട്ട് എത്രയാണ്? 200. സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ആ സമയത്ത് ആ കമ്മി നികത്തണ്ടേ? ഈ 100 രൂപ ബാലൻസ് അവിടെ കാണണ്ടേ? അത് നികത്താൻ എന്തൊക്കെ ചെയ്യും ഗവൺമെന്റ്? നോക്കിക്കേ, ബാങ്കുകളിൽ നിന്നും അതുപോലെ ജനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ പറയുമ്പോൾ ഏതൊക്കെ വരും? IMF-ഉം ലോകബാങ്കൊക്കെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളല്ലേ? IMF, ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട്, അതുപോലെ തന്നെ ലോക ബാങ്ക്, ഇതൊക്കെയാണ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റ് കടമെടുക്കും കേട്ടോ. അപ്പൊ വരുമാനം ചെലവിനേക്കാൾ എന്താണ്? കുറവാകുമ്പോ എന്തൊക്കെ ചെയ്യും? ബാങ്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഗവൺമെന്റ് കടമെടുക്കും. പെട്രോളിയം പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ വിദേശ നാണ്യം കയറ്റുമതിയിൽ നിന്നാണ് നാം നേടിയിരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുള്ള തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് കയറ്റുമതി ചെയ്യും. അപ്പൊ കുറെ പൈസ കിട്ടും അല്ലെ? ആ പൈസയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തിനു വേണ്ടി കണ്ടെത്തിയത്? നമ്മുടെ രാജ്യത്തേക്ക് പെട്രോളിയം പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണ്ടേ? അതിനൊക്കെ കണ്ടെത്തിയത് കയറ്റുമതിയിലൂടെയാണ്. ഇനി ഇതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും. അപ്പൊ പെട്രോളിയം പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് എങ്ങനെയാണ് അവര് പൈസ കണ്ടെത്തിയെന്ന് ചോദിക്കുക. എങ്ങനെയാണ്? കയറ്റുമതിയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ രാജ്യം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടാണ്. രാജ്യത്തിന്റെ വരുമാനം കുറവായെങ്കിലും വികസന നയങ്ങൾ നടപ്പിലാക്കുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ജനസംഖ്യാ വിസ്ഫോടനം എന്നിവയെ മറികടക്കുന്നതിനും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക വികസന നയങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആകെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? നല്ല രീതിയിൽ തൊഴിലില്ലായ്മ വരും അല്ലെ? ദാരിദ്ര്യം, ജനസംഖ്യാ വിസ്ഫോടനം, ഇതൊക്കെ എന്ത് ചെയ്യും? ഇതാക്കും. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തേ തീരൂ. ഇനി വികസന പരിപാടികൾക്ക് പണം ചെലവിട്ടിട്ടും പുതിയ വരുമാനമൊന്നും എന്തില്ല? പുതിയ വികസന പരിപാടികളൊക്കെ കൊണ്ടുവന്നു, എന്നിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ പണം ചെലവിട്ടു. അപ്പൊ അതായത് ഒരു പുതിയ വികസന പരിപാടി നടപ്പിലാക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധിനെ തരണം ചെയ്യാലോ. പക്ഷെ അതും നടന്നില്ല. കാരണം വികസന പരിപാടികൾക്ക് പണം ചെലവിട്ടിട്ടും പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതെന്തായി? വീണ്ടും നഷ്ടത്തിലേക്കല്ലേ പോകുന്നത്. കൂടാതെ നികുതി പോലുള്ള ആഭ്യന്തര ഉറവിടത്തിൽ നിന്നും ആവശ്യമായ വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നുമില്ല. ആഭ്യന്തര ഉറവിടം പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റിന് അന്ന് സാധിച്ചില്ല. കാരണം 1991-ലാണ് ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം 1980-ലേ തുടങ്ങി ഈ സാമ്പത്തിക പ്രതിസന്ധി. അത് എന്തുകൊണ്ട് വന്നു?
അതായത് കൃത്യമല്ലാത്ത ഭരണ നിർവഹണം കൊണ്ടാണ്. ഇനി ഗവൺമെന്റ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത സാമൂഹ്യ മേഖല, പ്രതിരോധം എന്നിവയിലായിരുന്നു. നോക്കിക്കേ, ഗവൺമെന്റ് നമുക്കിപ്പോ ഒരു നിശ്ചിത വരുമാനം ഗവൺമെന്റിന് ഉണ്ടാവും അല്ലെ, ആ വരുമാനം മുഴുവൻ കുറെ വികസന പരിപാടികൾ ചെയ്തു നോക്കി, എന്നിട്ടും എന്ത് ചെയ്തില്ല, പുതിയ വരുമാനങ്ങൾ ലഭിച്ചില്ല. പക്ഷെ അവർ കൂടുതലായിട്ടും ചെലവ് ചെയ്തത് എന്തിലേക്കായിരുന്നു? പെട്ടെന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത മേഖലകളാണ് ഏതൊക്കെ? സാമൂഹ്യ മേഖലയും പ്രതിരോധ മേഖലയും. പ്രതിരോധ മേഖലയിലൊക്കെ ചെയ്തിട്ട് ലാഭം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ? ഇല്ല അല്ലെ. അതുപോലെ അതിലേക്കൊക്കെയാണ് അവർ കൂടുതൽ പൈസ ഇറക്കിയത്. പക്ഷെ അതായത് കൃത്യമല്ലാത്ത ഒരു ഭരണ നിർവഹണമാണ് അവിടെ നടന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ബാക്കി വരുമാനം വളരെ മികവുറ്റ രീതിയിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു. വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് അനുസൃതമായി വൻതോതിലുള്ള വരുമാനമെന്നും നമ്മുടെ പൊതുമേഖലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന കടം പ്രധാനമായും ഉപഭോഗ ആവശ്യങ്ങൾക്കാണ് ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉപഭോഗ ആവശ്യങ്ങൾക്ക്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒക്കെ കടം വാങ്ങിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ത് ചെയ്തു? ഒരുപാട് കടം വാങ്ങിച്ചു. പക്ഷെ കടം വാങ്ങിച്ചിട്ട് നമ്മൾ അതിന് ഒരു ഇത് കാണണ്ടേ? ഇവിടെ കണ്ടില്ല. അതിന് പകരം ഇവർ എന്താ ചെയ്തിരിക്കുന്നത്? ഉപഭോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഗവൺമെന്റ് പൈസ ഉപയോഗിച്ച്. അത് വീണ്ടും നഷ്ടമല്ലേ വരിക? വീണ്ടും ലാഭം വരുന്നുണ്ടോ? ഇല്ല. കടം അവിടെ കൂടിക്കൂടി വരികയാണ് അല്ലെ. അങ്ങനെ ഗവൺമെന്റിന്റെ അമിതമായ ചെലവുകൾ നിയന്ത്രിക്കാനോ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവ് നികത്താനോ ആവശ്യമായ കയറ്റുമതി മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല. നമ്മളിപ്പോ വിദേശ രാജ്യത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യണ്ടേ? കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഇങ്ങോട്ട് കിട്ടില്ലേ. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇറക്കുമതിക്ക് ചെയ്യുന്ന സമയത്ത് വിദേശ ഘടകം നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഇത് എന്താണ്? കുറേ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, വിദേശത്ത് നല്ല കടമുണ്ട്, വിദേശ സ്ഥാപനങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും നല്ല കടം വന്നു. പക്ഷെ ഒന്നും അങ്ങോട്ടൊക്കെ കയറ്റുമതി അയക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 1980കളുടെ അവസാനത്തില് ഗവൺമെന്റ് ചെലവ് വരവിനേക്കാൾ അധികമാകാൻ തുടങ്ങി. കണ്ടോ? വരവിനേക്കാൾ എന്തായി? ചെലവായി. ഇതൊരു സ്റ്റോറി പോലെ പഠിച്ചു പോയാൽ മതി കേട്ടോ. നിങ്ങൾ എല്ലാം തീർന്നിട്ട് അടുത്ത ആഴ്ച എനിക്ക് എക്സാം ആണ്, ദൈവമേ ഇന്ന് ഞാൻ ഒരു ലെസൺ, നാളെ ഒരു ലെസൺ, അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നമുക്ക് ഫലവത്താവില്ല. ഒരു സ്റ്റോറി പോലെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. എന്താണ് 1980, 91 കാലഘട്ടമൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യം എന്താണ് ഒരു അവസ്ഥ എന്നുള്ളത് ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അതിന് തരണം ചെയ്യും. ഓക്കെ. അല്ലാണ്ട് ഇരുന്നിട്ട് കുറെ ഇടയിൽ നിന്ന് കുറെ ഞാനിപ്പോ എനിക്കിത് എടുത്ത് തരാനൊക്കെ പറ്റും. ആ ഭാഗം വരുന്നത് മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാകില്ല. കുറേ പഠിക്കും അവിടെ കൊണ്ടുപോയിട്ട് കൊളാക്കിയിട്ട് കൊണ്ടുവരും. ഇതിപ്പോ സ്റ്റോറി പോലെ കഥ മനസ്സിലാകുന്നില്ലേ? ഒന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ ഒന്ന് ഇരുന്നാൽ മതി. ഈ ലെസൺ എന്ത് ചെയ്യാം? എന്തായാലും 91 പുത്തൻ സാമ്പത്തിക നയം എന്തായാലും എക്സാമിന് ഉറപ്പാണ്. ഉദാരവൽക്കരണവും ആഗോളവൽക്കരണം ഒക്കെ വരും. അതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിലുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ എന്തായിരിക്കും? നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെ 1980കളുടെ അവസാനത്തില് ഗവൺമെന്റ് ചെലവ് വരവിനേക്കാൾ അധികമാകാൻ തുടങ്ങി. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വലിയ വിടവ് കടം വാങ്ങലിലൂടെ പരിഹരിക്കാവുന്നതായിരുന്നില്ല. കടം വാങ്ങിച്ചിട്ട് ഇതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റും? ഇത്രയും കടം, കാരണം മൊത്തം കടമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എവിടുന്ന കടം കിട്ടുക? മിക്ക അത്യാവശ്യ സാധനങ്ങളുടെയും വിലയൊക്കെ കുതിച്ചുയർന്നു. കയറ്റുമതിയുമായി ഒരു പൊരുത്തമില്ലാതെ ഇറക്കുമതി അതിവേഗം വർദ്ധിച്ചു. കണ്ടോ? ഇറക്കുമതി മാത്രമേ ഉള്ളൂ, കടം വർദ്ധിച്ചുകൊണ്ടുവരാണ്, ഒരു സാധനവും കയറ്റുമതി ഇല്ല. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ 2000 കൂടുതൽ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ നാണ്യ ശേഖരം പോലും കൈവശം ഉണ്ടായിരുന്നില്ല. ഇനി നോക്കിക്കേ, വിദേശ കടങ്ങൾക്കുള്ള പലിശ നൽകാൻ പോലും ആവശ്യമായ വിദേശ നാണ്യം ലഭ്യമല്ല. മൊത്തം ഇന്ത്യ പാപ്പരായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും രാജ്യങ്ങളും ഇന്ത്യക്ക് കടം നൽകാനും തയ്യാറായില്ല. കുറെ കടം വാങ്ങിച്ചു, പിന്നെ ആരാ കടം കൊടുക്കുക? നമ്മൾ അടുത്ത വീട്ടിൽ ആൾക്കാരൊക്കെ 10 പ്രാവശ്യം പോയിട്ട് 100 രൂപ ചോദിച്ചാൽ പിന്നെ പോയി ചോദിച്ചാൽ തരുമോ? ഇല്ല അല്ലെ. കാരണം ഇനി കൊടുത്താൽ ശരിയാവില്ല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയായത്. അങ്ങനെ ഈ അവസരത്തിൽ സാമ്പത്തിക സഹായത്തിനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യണം? ലോക ബാങ്കിനെയും പിന്നെ അന്താരാഷ്ട്ര നാണയനിധിയെയും IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയും സമീപിക്കുകയാണ് ആ സമയത്ത് കേട്ടോ. ആരൊക്കെയാണ് സമീപിച്ചത്? ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെപ്പോഴും ഈ IMF-ഉം ലോകബാങ്കും PSC ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. പഠിച്ചോളൂ കേട്ടോ. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി കടക്കാൻ വേണ്ടിയിട്ട് ലോകബാങ്കിനെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി IMF-നെയും സമീപിച്ചു. അങ്ങനെ ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് 700 കോടി അമേരിക്കൻ ഡോളർ വായ്പയായിട്ട് എന്ത് ചെയ്തു? ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും
ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയാണ് 1991 മൊത്തം നമ്മുടെ ഇന്ത്യയുടെ വ്യവസായ നയങ്ങളെ മൊത്തം മാറ്റിയിട്ട് വ്യവസായ നയങ്ങളിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞ് സ്വകാര്യ മേഖലകൾക്ക് എന്ത് ചെയ്തു, തുറന്നങ്ങോട്ട് ഇട്ടുകൊടുത്തു. അപ്പൊ സ്വകാര്യ മേഖലകൾ വന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറെ ലാഭങ്ങൾ നമ്മുടെ ഇതിൽ വന്ന് ചേരില്ലേ. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന, നമ്മളിപ്പോ പറയാറില്ലേ റെയിൽവേ ഒക്കെ സ്വകാര്യവൽക്കരിച്ചു, അദാനിക്ക് വിറ്റു, അവർക്ക് എന്താണ് അന്നത്തെ ആ സാമ്പത്തിക നയമാണ്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, അന്നത്തെ സാമ്പത്തിക നയം തന്നെയാണ് ഇന്നും ഇന്ത്യ പിന്തുടരുന്നത്. പക്ഷെ അതില് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീമെറിറ്റും ഉണ്ട് അല്ലെ, മെറിറ്റും ഉണ്ട്, അതിനൊപ്പം തന്നെ ഡീമെറിറ്റും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ എത്ര കോടിയാണ്? 700 കോടിയാണ് കേട്ടോ. ഇതൊന്ന് ഇമ്പോർട്ടന്റ് നോക്കി വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 700 കോടി അമേരിക്കൻ ഡോളർ വായ്പയായിട്ട് ലഭിക്കുകയും ചെയ്തു. ഏതിൽ നിന്നാണ് ലഭിച്ചത്? ഇന്ത്യക്ക് 700 കോടി അമേരിക്കൻ ഡോളർ, 700 കോടിയാണ് അമേരിക്കൻ ഡോളർ IMF-ൽ നിന്നും ലോക ബാങ്കിൽ നിന്നും കടമെടുക്കുകയും പിന്നെ എന്ത് ചെയ്തു, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനായിട്ട് അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥനെ എന്ത് ചെയ്തു, ഉദാരവൽക്കരിച്ചു. അതായത് ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ, അത്ര തന്നെ തുറന്നിടുകയും ചെയ്തു. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി. അല്ലെങ്കിൽ എന്താണ്, സ്വകാര്യ മേഖലയിലൊന്നും സ്വകാര്യ മേഖലയ്ക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് കൈകടത്താനായിട്ടൊന്നും അധികാരം ഉണ്ടായിരുന്നില്ല, എല്ലാം ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്യണം, സ്വകാര്യ മേഖലയുടെ നിയന്ത്രണമൊക്കെ മാറ്റിയിട്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിലേക്ക് അങ്ങോട്ട് പാതി എടുത്തു കളയുകയാണ് ചെയ്തത് കേട്ടോ. ഈ പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ അങ്ങനെ നീക്കം ചെയ്യുന്നവല്ല നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്ന് ഈ അന്താരാഷ്ട്ര ധന സ്ഥാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, അങ്ങനെ ഇതൊക്കെ നോക്കിയാണ് കേട്ടോ. ഇനി ലോക ബാങ്കിന്റെയും IMF-ന്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കാം. അതായത് ഇപ്പൊ 700 കോടി അമേരിക്കൻ ഡോളർ എന്ത് ചെയ്തു, IMF-ഉം ലോക ബാങ്കും അതുപോലെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 700 കോടി അമേരിക്കൻ ഡോളർ ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അപ്പൊ ആ സമയത്ത് ലോക ബാങ്കും IMF-ഉം ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് എന്ത് പറയുന്നത്, 700 കോടി ഡോളറൊക്കെ തരാം, പക്ഷെ ഇതാ ഈ കാര്യങ്ങളെല്ലാം ആര് ചെയ്യണം, ഇന്ത്യ ചെയ്യണം. എന്താണ്, സ്വകാര്യം അല്ലെ, ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങള് കുറയ്ക്കണം. അതായത് വ്യവസായ മേഖലകളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കണം. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. പല വ്യാപാര നിയന്ത്രണങ്ങൾ ഉണ്ടാകുമല്ലോ, ഇപ്പൊ ഷിപ്പിലാണെങ്കിലും കപ്പൽ വ്യാപാരമാണെങ്കിലും ജലമാർഗമാണെങ്കിലും റോഡ് മാർഗമാണെങ്കിലും അല്ലെങ്കിൽ പല ഇതുണ്ടാവും, അതൊക്കെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്തു, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അങ്ങനെ ലോക ബാങ്കിന്റെയും IMF-ന്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് 1991 പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക്, ന്യൂ എക്കണോമിക് പോളിസിയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. വലിയ തലത്തിലുള്ള ഇതൊക്കെ നോക്കണം കേട്ടോ, എന്തൊക്കെയാണ് IMF ലോക ബാങ്ക് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്നുള്ളത് ഒന്ന് ഈ ഭാഗങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കാം. വലിയ തലത്തിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സര അധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുവാനുമാണ് പുത്തൻ സാമ്പത്തിക നയം ലക്ഷ്യമിട്ടത്. എന്താണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? വെരി ഇമ്പോർട്ടന്റ്, പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കാനുമാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടത്. ഇവയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഈ നയങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. സുസ്ഥിരമാക്കൽ നടപടി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഒന്നെന്താണ് സുസ്ഥിരമാക്കൽ. അതായത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, പഠിച്ചല്ലോ. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടി, ഒന്ന് സുസ്ഥിരമാക്കൽ. രണ്ടോ ഘടനാപരമായത്. ഇനി ഈ സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല നടപടിയാണ്. എന്താണ് ഒരു ഹ്രസ്വകാല സുസ്ഥിരമാക്കൽ? എന്താണ് ഒരു ഹ്രസ്വകാല, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹ്രസ്വകാലമാണ്. ഘടനാപരം എന്ന് പറയുന്നത് ഒരു ദീർഘകാല നടപടിയാണ്. എക്സാം ഹാളെത്തുമ്പോൾ നമുക്ക് ഘടനാപരമായത് ഹ്രസ്വമാകും, സുസ്ഥിരമായത് എന്താകും, ദീർഘമാകും അല്ലെ. പഠിച്ചു പോയിട്ട് അവിടെ പോയിട്ട് ആലോചിക്കും സുസ്ഥിരമാണോ ഹ്രസ്വം, ഘടനാപരമാണോ ദീർഘം എന്നൊക്കെ. അപ്പൊ
അതിന് എന്ത് ചെയ്യാം? ഘടനാപരമായതാണ് ദീർഘം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഘടനാപരമായത് ഗ അക്ഷരം നോക്കിക്കേ, ദീർഘം അല്ലേ? ദീർഘ കണ്ടോ? ഈ അക്ഷരം ഒരേതിൽ വന്നില്ലേ? അപ്പൊ അത് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടികളാണ്. അടവശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആദ്യം പഠിക്കുക, പുത്തൻ സാമ്പത്തിക നയം 2 ടൈപ്പ്. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടി, ഒന്ന് പഠിച്ചോ. ഘടനാപരമായ പരിഷ്കാരം 2 പഠിച്ചോ? പഠിച്ചു. സുസ്ഥിരമാക്കൽ പഠിക്കണം, ഹ്രസ്വമാണ്. 2 ഘടനാപരമായതോ? അത് നമ്മൾ ഈ അക്ഷരം വെച്ച് പറഞ്ഞേ, ദീർഘകാല നടപടിയാണ്. ആ 2 പോയിന്റ് പഠിച്ചല്ലോ? പഠിച്ചു. ഇനി എന്താണ് സുസ്ഥിരമാക്കൽ നടപടികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഈ പുത്തൻ സാമ്പത്തിക നയത്തിലെ സുസ്ഥിരമാക്കൽ നടപടികൾ കൊണ്ട് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ പറയും എന്തൊക്കെ വരും? ഇതൊരു ഹ്രസ്വകാല നടപടിയാണ്, അല്ലെങ്കിൽ അതിൽ ദീർഘകാല നടപടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് തരംതിരിച്ചു തരും അല്ലെ? എന്നിട്ട് ശരിയാണോ, പ്രസ്താവന തെറ്റാണോ എന്നൊക്കെ വരും. അപ്പൊ പഠിക്കുക, സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. ഒന്നാമത്തെ പോയിന്റ്. അടവുശിഷ്ടത്തിലെ, അടുത്ത പോയിന്റ് നോക്കിക്കേ, അടവുശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ്. എന്തൊക്കെയാണ്? അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനുമാണ് ഏത് സുസ്ഥിരമാക്കൽ നടപടി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സുസ്ഥിരമാക്കൽ പറഞ്ഞേക്കാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദേശ നാണ്യ ശേഖരം നിലനിർത്തണം, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കണം. പഠിച്ചല്ലോ? അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, അതുപോലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക. അതായത് അടവ് കമ്മി ശിഷ്ടി പറഞ്ഞ എന്താണ്? അടവ് ശിഷ്ടം പറഞ്ഞ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, അതുപോലെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങള് സുസ്ഥിരമാക്കൽ നടപടിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ പോയിന്റ് അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ? കൊടുക്കുക. പുത്തൻ സാമ്പത്തിക നോട്ടിൽ എഴുതുകയാണെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം 2 ടൈപ്പ് വിശദീകരിച്ചിട്ടൊന്നും എഴുതണ്ട. പുത്തൻ സാമ്പത്തിക നയം 2 ടൈപ്പ്. 1 സുസ്ഥിരമാക്കൽ നടപടി, 2 ഘടനാപരമായ എന്താണ്? ദീർഘകാല നടപടി അല്ലെ? ദീർഘകാല നടപടി. അതിൽ എന്ത് പറയും? ദീർഘമായ നടപടി. എന്നിട്ട് സുസ്ഥിരമാക്കൽ നടപടി എന്ന് ഹെഡിങ് കൊടുക്കുക. ഹ്രസ്വകാല നടപടിയാണ്, അടവശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനാണ്, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനാണ്, അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റ നിയന്ത്രണ വിധേയമാക്കുക. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി ദീർഘകാല നടപടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് തുടങ്ങി വെച്ച വിവിധ നയങ്ങളെ 3 ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഇതാണ് ഏതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ഘടനാപരമായിട്ടുള്ള നടപടികൾ കൊണ്ട്, അല്ലെങ്കിൽ ദീർഘകാല നടപടികൾ കൊണ്ട് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുക കേട്ടോ. ഘടനാപരമായ നടപടി അല്ലെങ്കിൽ ദീർഘകാല നടപടി അല്ലെ? അതെന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക 1 പോയിന്റ്, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക 2 പോയിന്റ്. അപ്പൊ പഠിച്ചല്ലോ? അങ്ങനെ ഈ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണെന്നറിയോ? ഈ 1991 പുത്തൻ സാമ്പത്തിക നയം ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലവിൽ വന്നത്? ഏതിനെയാണ്? ഘടനാപരമായ നടപടികളെ ട്ടോ. ഘടനാപരമായ, നമ്മൾ പഠിച്ചില്ലേ? സുസ്ഥിരമാക്കൽ നടപടിയും ഘടനാപര നടപടിയും പറഞ്ഞില്ലേ? അതിൽ ഘടനാപരമായ നടപടിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് 1991 ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ആരംഭിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഉദാരവൽക്കരണം എന്നുള്ളത് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല, എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ നമ്മൾ കുറെ പോയിന്റുകൾ എക്സ്ട്രാ പഠിച്ചില്ലേ? ഓക്കെ, ഇനി
എന്താണ് ഉദാരവൽക്കരണം? പഠിച്ചേ. മുമ്പ് സൂചിപ്പിച്ച പോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്. ഉദാരവൽക്കരണ നയങ്ങൾ 1980കളിൽ തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. അവ പ്രധാനമായും വ്യവസായ അനുമതി നൽകല്, കയറ്റുമതി ഇറക്കുമതി നയങ്ങള്, സാങ്കേതിക വിദ്യാ നവീകരണം, ധനനയം, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു. 1991 തുടങ്ങിയ ഉദാരവൽക്കരണം കൂടുതൽ സമഗ്രമായിരുന്നു. 1991 അതിനുശേഷവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയം. കണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഉദാരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് 1980 തന്നെ നടന്ന ഉദാരവൽക്കരണമായിട്ട് ആരംഭിച്ചത്? വ്യവസായത്തിന് ഒരുപാട് അനുമതികൾ നൽകി, ഇറക്കുമതി നയങ്ങൾ പ്രഖ്യാപിച്ചു, സാങ്കേതിക വിദ്യകളൊക്കെ നവീകരിച്ചു. പഴയ ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? പുതിയ പുത്തൻ ഉപകരണങ്ങളൊക്കെ വന്നു. പിന്നെ ധനനയം കൊണ്ടുവന്നു, ഫിസ്ക്കൽ പോളിസി കൊണ്ടുവന്നു, വിദേശ നിക്ഷേപങ്ങള്, ഇതിലൊക്കെ എന്തുണ്ടായിരുന്നു? ഉദാരവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. 1991 ആയപ്പോ അത് ഒന്നുകൂടി എന്തായി? കൂടുതല് സമഗ്രമായിട്ട് വന്നു. 91 അതിനുശേഷം ഒക്കെ ഏറ്റവും കൂടുതൽ ഉദാരവൽക്കരണത്തിൽ ശ്രദ്ധ കിട്ടിയ മേഖല ഏതൊക്കെയാണ്? വ്യവസായ മേഖലയും, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങള്, വ്യാപാര നിക്ഷേപ മേഖലകൾ ഒക്കെ അതിലെന്താണ്? ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഉദാരവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് വ്യവസായ മേഖലയില് നിയന്ത്രണങ്ങൾ മാറ്റിയില്ലേ? കുറെ വ്യവസായ മേഖലകൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പോകാനായിട്ട് പറ്റൂ. ഒരു കാര്യം ഒരിക്കലും ഒരു സ്വകാര്യ മേഖലയ്ക്ക് കടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തമായിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഒന്നും അവിടെ നടക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തു? ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിയ ശേഷം എന്ത് ചെയ്തു? വ്യവസായ മേഖലയിലൊക്കെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റാണ്. എന്തൊക്കെ എടുത്തു മാറ്റി എന്നാണ് നോക്കണം കേട്ടോ. പഠിക്കണേ. ഈ ഭാഗങ്ങള് 3, 4, 5 പോയിന്റ് കണ്ടോ? ഈ 5 പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ വിവിധ മാർഗങ്ങളിലൂടെ വ്യവസായ മേഖലയ്ക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു. എന്തൊക്കെയാ നോക്കിയേ? ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും എന്തൊക്കെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി ആവശ്യമായിരുന്നു. ആദ്യമൊക്കെ അത് ആവശ്യമായിരുന്നു. എങ്ങനെ? അതായത് ഇപ്പൊ ഞാനൊരു സംരംഭകനാണെന്ന് വെക്കുക. അപ്പൊ ഞാനൊരു വ്യവസായം തുടങ്ങുകയാണ്. അത് ഞാൻ എപ്പോ തുടങ്ങണമെന്നും ഞാനത് എപ്പോ അവസാനിക്കണമെന്നും ഞാൻ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നും ഞാനത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നും ഇതൊക്കെ ആരാ തീരുമാനിക്കുക? സർക്കാരാണ് തീരുമാനിക്കുക. ഓക്കെ, അവരിൽ നിന്ന് അനുമതി കിട്ടിയാൽ മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുവോ? പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്രയും നിയമങ്ങൾക്ക് നിൽക്കണം? വേണ്ടാന്ന് പറയും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സാമ്പത്തിക അവസ്ഥ അവിടെ പൊളിഞ്ഞു വരും അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? നിയമങ്ങളെ 91 പുത്തൻ സാമ്പത്തിക നയം എന്ത് ചെയ്യാണ്? ഈ വ്യാവസായിക നിയമങ്ങളിലൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിപ്പെടുകയാണ്. അപ്പൊ ആദ്യകാലത്ത് അതായത് ഇപ്പൊ പറയുന്നുണ്ട് ഇവിടെ, ഇന്ത്യയിൽ വിവിധ മാർഗങ്ങളിലൂടെ വ്യവസായ മേഖലയ്ക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു. 91 സാമ്പത്തിക നയം വരുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പിന്നെ ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയെ ഒന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കി, എല്ലാം പൊതുമേഖലാ സ്ഥാപനം ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. സ്വകാര്യ വ്യക്തികൾക്കൊന്നും വ്യവസായങ്ങൾ ചെയ്യാനൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല. ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിയിരുന്നു. 4 പോയിന്റാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. 4 പോയിന്റാണ്. എന്താണ്? ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണയത്തിലും വിതരണത്തിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം നിലനിന്നിരുന്നു. അതായത് ഉൽപ്പന്നങ്ങളുടെ വില എത്രയാണ് എന്നുള്ളതും അത് എങ്ങനെ വിതരണം ചെയ്യുന്നത് അതുപോലും ആരാണ് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്? ഗവൺമെന്റ് ആണ് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്വകാര്യ മേഖലയ്ക്ക് അവിടെ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ എന്തായി? നമ്മുടെ ഇന്ത്യയില് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു എന്നതിന് അനുമാനമാക്കിയിട്ടാണ് 1991 അതിനുശേഷവും തുടങ്ങിയ പരിഷ്കാര നയങ്ങള് ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അപ്പൊ വ്യവസായ നയങ്ങളിലുള്ള നിയന്ത്രണം എന്തൊക്കെയാണെന്നുള്ള 4 പഠിച്ചല്ലോ. നോക്കിക്കോ. മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കള്, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കള്, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവയൊഴികെയുള്ള മറ്റെല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം
ഒഴിവാക്കി. ഓക്കെ, അതായത് അതുവരെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇപ്പോഴും എന്തുണ്ട്? ഉണ്ട്. 1991 പുത്തൻ സാമ്പത്തിക നയം വന്നാലും ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ഇതൊക്കെ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതൊരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. പുത്തൻ സാമ്പത്തിക നയം വന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിന് കീഴിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഏതൊക്കെയാണ്? മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കള്, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കള്, ഇലക്ട്രോണിക്സ്. നോക്കിക്കേ, ഇലക്ട്രോണിക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരിക്കും അതൊക്കെ സ്വകാര്യ മേഖല ഉണ്ടാവും. ചിന്തിക്കണം കേട്ടോ. ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം, ഇതിലൊക്കെ എന്തുണ്ട്? സർക്കാരിന്റെ നിയന്ത്രണമുണ്ട്. അതല്ലാതെ ഉള്ള മറ്റു എല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം ഒഴിവാക്കി. അതായത് ഇത്രയും കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു വ്യവസായത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഗവൺമെന്റിന്റെ എന്ത് വേണം? അനുമതി പത്രം വേണം. അല്ലാതെ ഇതിൽ ഇല്ലാത്ത വേറെ എന്തെങ്കിലുമാണ് ഞാനൊരു വ്യവസായം തുടങ്ങുന്നതെങ്കിൽ എന്ത് വേണ്ട? ഗവൺമെന്റിന്റെ അനുമതി പത്രം വേണ്ട. അല്ലെ? ഇപ്പൊ ഞാനിപ്പോ നാളെ ഒരു എന്തെങ്കിലും ഒരു വ്യവസായം, ഇപ്പൊ ഒരു കയറ് വ്യവസായം ഞാൻ നാളെ തുടങ്ങാന്ന് വെക്കുക. ഓക്കെ, ആ തുടങ്ങുന്ന സമയത്ത് ഗവൺമെന്റിന്റെ അനുമതി പത്രം എന്താണ്? വേണ്ട. കാരണം എനിക്ക് എന്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇതിനിപ്പോ ഗവൺമെന്റ് അനുമതി പത്രം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഒന്ന് മടിക്കും. നിയമങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങളാണ്, ഇതൊക്കെ എടുത്തു വരുമ്പോഴേക്കിനെ സമയമാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെ പലരും എന്ത് ചെയ്യുന്നു? വ്യവസായത്തിൽ നിന്നും പിന്മാറുന്നത്. ഇനി രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവോർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തത്. അപ്പൊ പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? രാജ്യരക്ഷ, അതൊക്കെ വേണല്ലേ? എല്ലാതും അവർക്ക് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തത്. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഒക്കെ ഗവൺമെന്റ് ഇല്ലാതാക്കി. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം ഗവൺമെന്റ് ഇല്ലാതാക്കി. ഒട്ടേറെ വ്യവസായങ്ങളെ ഉൽപ്പന്നങ്ങളെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടിയിട്ട് അനുവദിച്ചു. ഇനി എന്തൊക്കെയാണ് നമ്മളിപ്പോ നേരത്തെ വ്യവസായ നയമായി പറഞ്ഞു. ധനകാര്യ മേഖലയിൽ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ നോക്കാം. വാണിജ്യ ബാങ്കുകള്, അതുപോലെ നിക്ഷേപ ബാങ്കുകള്, വിദേശ വിനിമയ കമ്പോളം തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളാണ് ധനകാര്യ മേഖലയിലുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തെ സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തെ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെയും വിവിധ നിയമങ്ങളിലൂടെയും നടപടികളിലൂടെയും റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. ഓരോ ബാങ്കും കൈവശം വെക്കേണ്ടുന്ന പണത്തിന്റെ അളവ്, ചുമത്തേണ്ട പലിശ നിരക്കുകള്, വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികൾ മുതലായവ. ഇത് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 2023 ഒരു എക്സാമിന് ഞാൻ സത്യം പറഞ്ഞ ഈ ലെസൺസ് ഞാനിപ്പോ നിങ്ങൾക്ക് ഒപ്പം വായിക്കുമ്പോൾ ഇപ്പൊ വായിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് നോക്കാറുള്ളതല്ലേ, അതിന്റെ അഭിപ്രായത്തിൽ പറയാണ് ഈ ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളില് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ നോക്കിക്കേ. ഓരോ ബാങ്കും കൈവശം വെക്കേണ്ടുന്ന പണത്തിന്റെ അളവ്. ഇപ്പൊ ഒരു സ്റ്റേറ്റ് ബാങ്ക്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ബാങ്ക് എത്ര തുകയാണ് കൈവശം വെക്കേണ്ടത് എന്ന് പോലും ആരാ തീരുമാനിക്കുക? റിസർവ് ബാങ്കാണ് തീരുമാനിക്കുക. അതുപോലെ ചുമത്തേണ്ട പലിശ നിരക്കുകള്, വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികള് മുതലായവയെല്ലാം റിസർവ് ബാങ്കാണ് തീരുമാനിക്കുന്നത്. ധനകാര്യ മേഖലകളുടെ നിയന്ത്രകൻ സ്ഥാനത്ത് നിന്നും ആരായി? സഹായകൻ. ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും സഹായകൻ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖല പരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ ആ ബാങ്ക് എത്ര പലിശ, ഏതൊക്കെ വായ്പ കൊടുക്കണം, അതിനൊക്കെ എത്ര പലിശ കൊടുക്കണം, ആ ബാങ്കിൽ എത്ര പൈസ വെക്കണം, ഇതൊക്കെ ആരായിരുന്നു നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്? റിസർവ് ബാങ്കാണ് നിയന്ത്രിച്ചത്. അപ്പൊ ഈ ധനനയ പരിഷ്കാരത്തിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എന്താണ്? ഈ റിസർവ് ബാങ്കുകൾ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളുടെയും നിയന്ത്രകനാണ് അല്ലെ? അപ്പൊ ആ നിയന്ത്രകൻ എന്നതിനുപരി എന്താകണം? ഒരു സഹായകൻ എന്നാക്കിയിട്ട് നമ്മുടെ ബാങ്കിനെ മാറ്റണം എന്നതാണ് ആര് തീരുമാനിച്ചത്? ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു ധനനയത്തിലെ പരിഷ്കാരങ്ങളിൽ പെട്ടതാണ്. ഇനി പരിഷ്കാര നയത്തിന്റെ ഫലമായിട്ട് നിരവധി സ്വകാര്യ ബാങ്കുകൾ, അതായത് ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും ഒക്കെ ഒരുപാട് നിലവിൽ വന്നു. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ?
ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50%. SCRT 50, അന്ന് തന്നത് നമുക്ക് 75%. ഏതാണ്? ഖാദി ബോർഡ് എക്സാം ആണോ ഫയർമാൻ്റെ? ഏതാണ്? ഒരു ഖാദി ബോർഡ് എക്സാമിനാണോ ഈ ക്വസ്റ്റ്യൻ? ഞാൻ എക്സാം എഴുതിയതാണ്. അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർമ്മയില്ല നിങ്ങൾക്ക് 75% ഉയർത്തിയെന്ന്. പക്ഷെ നമ്മൾ അന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു SCRT 50% എന്ന്. പക്ഷെ കറണ്ട് അഫയർ പ്രകാരം ഇപ്പൊ ഇത് എത്രയാണ്? 75% ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 50%-ഓളം ഉയർത്തിക്കൊണ്ടുവന്നു. റിസർവ് ബാങ്കുമായി കൂടി ആലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്കൊക്കെ എന്ത് ചെയ്യാം? വിധേയമായിട്ട് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകി ട്ടോ. എല്ലാം ഇപ്പൊ എന്താണ് റിസർവ് ബാങ്കിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ചില വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായിട്ട് എന്ത് ചെയ്യാം? റിസർവ് ബാങ്കുമായിട്ട് കൂടി ആലോചിക്കാതെ തന്നെ എന്ത് ചെയ്യാം? പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകി. നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹമായ പ്രവർത്തന അനുമതി നൽകുകയും ചെയ്തു. രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയിരുന്നെങ്കിലും രാജ്യത്തിന്റെയും ബാങ്കുകളിലെ നിക്ഷേപകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഭരണ നിർവഹണ അധികാരങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെ നിലനിർത്തി. വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ, വ്യാപാര ബാങ്ക്, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അങ്ങനെ നമ്മള് വ്യവസായത്തിൽ വന്ന പരിഷ്കാരങ്ങൾ പഠിച്ചു. ധനനയത്തിൽ വന്ന പരിഷ്കാരങ്ങൾ എന്താ പഠിച്ചു. ഇനി നികുതിയിൽ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ക്ലാസ് എടുത്ത് തരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പോയിന്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വായിക്കണം കേട്ടോ. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കുക. ഞാൻ അടയാളപ്പെടുത്തി തരുന്നത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി നികുതി പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ് നോക്കാം. സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുച്ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നികുതി പരിഷ്കാരങ്ങൾ. എന്തൊക്കെയാണ് നോക്കണം കേട്ടോ. നികുതി പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നതാണ് സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുച്ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നികുതി പരിഷ്കാരങ്ങൾ. ഈ നയങ്ങളെ ഒരുമിച്ച് പറയുന്നതാണ് ധനനയം. എന്റെ അമ്മോ, എന്നും ഫിസിക്കൽ പോളിസി ക്വസ്റ്റ്യൻ വന്ന 10th ബേസ് എക്സാം എഴുതുന്നവർ ഒരു കൊളോ അല്ലെ ഒന്നങ്ങോട്ട് ഒരു കളി കളിച്ചിട്ടാണ് അങ്ങോട്ട് വരിക. എന്താണ് ധനനയം? ഫിസിക്കൽ പോളിസി എന്താണ് ധനനയം? അപ്പൊ ധനനയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർക്കാരിന്റെ നികുതി വ്യവസ്ഥയും. ചിലപ്പോ ചോദ്യം വന്നൂടെ ധനനയത്തിൽ ഉൾപ്പെടുന്നത് ഇന്നത് സ്റ്റേറ്റ്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നൂടെ ധനനയത്തില് സർക്കാരിന്റെ നികുതി വ്യവസ്ഥയും പൊതുചെലവുമായി ബന്ധപ്പെട്ടതാണ് ധനനയം. അങ്ങനെ തിരിച്ചു തന്നൂടെ? പറ്റും അല്ലേ? അപ്പൊ ധനനയം എന്താണെന്ന് പഠിക്കാൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുച്ചെലവ്. സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുച്ചെലവ്. സർക്കാരിന്റെ നികുതി വ്യവസ്ഥ, പൊതുച്ചെലവ് പഠിച്ചോ? അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താ? നികുതി പരിഷ്കാരങ്ങൾ. ഈ പരിഷ്കാരങ്ങളെയാണ് എന്ത് പറയുന്നത്? ധനനയം എന്ന് പറയുന്നത്. 2 തരം നികുതികളുണ്ട്. അത് നമുക്കറിയാം. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. വ്യക്തികളുടെ വരുമാനത്തിലും കമ്പനികളുടെ ലാഭത്തിലും ചുമത്തുന്നത് പ്രത്യക്ഷ നികുതിയാണ്. വ്യക്തികളുടെ വരുമാനം. ഇനി നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് ടാക്സ് വരില്ലേ? അപ്പോൾ വ്യക്തികളുടെ വരുമാനത്തിലും അതുപോലെ തന്നെ കമ്പനികളുടെ ലാഭത്തിലും ചുമത്തുന്നത് പ്രത്യക്ഷ നികുതിയാണ്. 1991 മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചു കൊണ്ടുവന്നു. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കയറി വരിക. നമ്മൾ വിചാരിക്കും ഇല്ല ആ ബോക്സിലുള്ളതൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ എടുത്തെടുത്ത് വരുന്നതേ വരുള്ളൂ. അങ്ങനെയല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറയല്ലേ ആ നികുതി ധനനയ പരിഷ്കാരത്തിൽ 50% നികുതി, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കോ? ഇല്ല, വെറുതെ അങ്ങോട്ട് ഒറ്റ വായിച്ചു. കഴിഞ്ഞ വർഷം ആ ഭാഗത്ത് നിന്നൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കയറി വന്നിരിക്കുന്നത്. 1991 മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായിട്ട് കുറച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നാൽ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കും അല്ലെ? എപ്പോഴാണ് ഈ ആദായ നികുതി നിയമം നടപ്പിലാക്കിയത്? എപ്പോഴാണ്? 1961 അല്ലേ? 61 ഞാൻ വിചാരിക്കുന്നു പഠിച്ചത്. മാറ്റുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 1991 മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായിട്ട് കുറച്ചു കൊണ്ടുവന്നു. നികുതി വെട്ടിപ്പ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഉയർന്ന നികുതി നിരക്കാണ് എന്നത് കൊണ്ടായിരിക്കാം നികുതി നിരക്ക് കുറച്ച്. എന്തിനാ നികുതി നിരക്ക് കുറച്ചത്? ഇപ്പൊ ഞാൻ ഒരുപാട് സമ്പാദിക്കേണ്ട വരുമാനമുണ്ട്, ഒരുപാട് നികുതികൾ എന്താണ് ഏർപ്പാടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൈസ നമ്മൾ എവിടെയെങ്കിലും പൂഴ്ത്തി വെക്കില്ലേ? അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആദായ നികുതി കുറച്ചു കൊണ്ടുവന്നത്. നികുതി നിരക്ക് മിതമാകുന്നതോടുകൂടി ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുമെന്നും സമ്പാദ്യം സ്വമേധയാ വെളിപ്പെടുത്തുമെന്നും പൊതുവെ കണക്കാക്കപ്പെടുന്നു. മുമ്പ് ഉയർന്ന തോതിലായിരുന്ന കമ്പനി നികുതി നിരക്ക് പിന്നീട് ക്രമേണ കുറച്ചു. അപ്പൊ ആദായ നികുതി നിരക്കും കുറച്ചു കൊണ്ടുവന്നു. കമ്പനി നികുതിയും കോർപ്പറേറ്റ് ടാക്സും എന്ത് ചെയ്തു?
കുറച്ച് കൊണ്ടുവന്നു. സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയായ പരോക്ഷ നികുതിയിലും പരിഷ്കരണം കൊണ്ടുവന്നു. അപ്പൊ പ്രത്യക്ഷ നികുതിയായിട്ടുള്ള വ്യക്തികളുടെ വരുമാനം അല്ലെ, കമ്പനികളുടെ ലാഭം, ഇതൊക്കെ എന്താണ്, പ്രത്യക്ഷ നികുതിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നികുതി നിരക്കൊക്കെ കുറച്ചു. പിന്നെ പരോക്ഷ നികുതിയായിട്ടുള്ള ഏതൊക്കെയാണ്, പരോക്ഷ നികുതിയിലും എന്ത് ചെയ്തു, പരിഷ്കരണം കൊണ്ടുവന്നു. സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ മേഖലയിലെ പരിഷ്കാരത്തിന്റെ മറ്റൊരു ഘടകം നടപടികൾ ക്രമങ്ങൾ ലഘൂകരിക്കലായിരുന്നു. നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യക്ഷ നികുതിയാണെങ്കിലും പരോക്ഷ നികുതിയിലാണെങ്കിലും ടാക്സസ് ഒക്കെ എന്ത് ചെയ്തു, കുറച്ച് കൊണ്ടുവന്നു. ഇനി അതൊക്കെയാണ് നികുതി പരിഷ്കാരങ്ങൾ. ഇനി വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. വിദേശകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലാണ്. ഈ ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ വന്നത്. വിദേശ കാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലാണ്. അടവുശിഷ്ട പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണാനാണ് 1991 വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചത്. കണ്ടോ, ഇതാണ് കൊല്ലം കണ്ണൂർ എക്സാമിന് വിദേശ വിനിമയം. അപ്പൊ നമുക്ക് നാളെ എക്സാമിന് നമ്മളിപ്പോ നികുതി പരിഷ്കാരങ്ങൾ പഠിച്ചില്ലേ, കുറെ പരിഷ്കാരങ്ങൾ എന്തൊക്കെ, രണ്ട് മൂന്ന് ടൈപ്പ് ധനനയത്തിൽ വന്ന പരിഷ്കാരങ്ങൾ പഠിച്ചു. നികുതിയിൽ എന്തൊക്കെയാ ചെയ്തു, അതൊക്കെ നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ പഠിച്ചോളൂ കേട്ടോ. എന്തായാലും എക്സാമിന് കയറി വരും. ഇന്നിപ്പോ ഈ ഒരു പാരഗ്രാഫ് നിർത്തുണ്ടെങ്കിൽ നാളെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളിലായിരിക്കും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഈ പദ്ധതി പഠിച്ചല്ലോ. എന്തൊക്കെയാണ്, അടവുശിഷ്ട പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണാനാണ് 1991 വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തിനെ എന്തു ചെയ്തു, കുറച്ചു. ഇതിന്റെ ഫലമായി വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്നും മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. അതായത് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. പഠിച്ചോളനെ ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. അപ്പൊ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് എല്ലാം പഠിക്കണം കേട്ടോ. ഓരോരോ പോയിന്റ് ഞാൻ എടുത്ത് പാരഗ്രാഫ് എടുത്തു തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ? ഇന്ത്യൻ വ്യാവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക വ്യവസായങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുക എന്നിവയാണ് വ്യാപാര നിക്ഷേപ മേഖല പരിഷ്കാരം പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത്. പഠിച്ചോളണേ ഈ അടയാളപ്പെടുത്തിയത് പഠിക്കാട്ടോ. ഇനി തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ അളവുപരമായ നിയന്ത്രണം ഇന്ത്യ ഗവൺമെന്റ് വരുത്തിയിരുന്നു. ഇറക്കുമതിയെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ടും ഉയർന്ന ഇറക്കുമതി ചുങ്കം നിലനിർത്തിയുമാണ് ഇങ്ങനെ ചെയ്തത്. ഈ നയം നമ്മുടെ വ്യവസായ മേഖലയുടെ കാര്യക്ഷമതയും മത്സരക്ഷമതയും കുറച്ചു. അതുവഴി വ്യാവസായിക മേഖലയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞ തോതിലായി. വ്യാപാര പരിഷ്കാരങ്ങൾ ലക്ഷ്യമിട്ടത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. എന്തൊക്കെയാണ് വ്യാപാര പരിഷ്കാരങ്ങളിൽ? ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഉള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക. അപ്പൊ വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇറക്കുമതിക്ക് ടാക്സ് കൂട്ടുക. നമ്മുടെ രാജ്യം ചെയ്തത് അങ്ങനെയായിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് അതിന് ടാക്സ് കൂട്ടുക, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ടാക്സ് കുറയ്ക്കണം എന്ന്. അത് നടക്കുമോ? നടക്കില്ല. അപ്പൊ മറ്റു രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ഇത് ഒഴിവാക്കി, വേണ്ട ടാക്സ് കൂടുതലാണ്, അപ്പൊ ഇന്ത്യ രാജ്യത്തേക്ക് കൊടുക്കണ്ടെന്ന് വെച്ചു. അതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് എന്ത് ചെയ്തു? നല്ല രീതിയിൽ ദോഷം ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുമതിയിലും കയറ്റുമതിയിലും അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ, അതായത് ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുമതി പത്രം വേണം വരുന്നത്. അപ്പൊ ആ നടപടികളൊക്കെ വേണ്ട. അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കൊഴികെ മറ്റെല്ലാ വ്യവസായങ്ങൾക്കും ഇറക്കുമതി അനുമതി പത്രം ഇല്ലാതാക്കി. മനസ്സിലായല്ലോ? 2001 ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കി. എപ്പോൾ മുതലാണ്? 2001 ഏപ്രിൽ മുതൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം
പൂർണ്ണമായും ഒഴിവാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കി. ഓക്കെ അല്ലോ. അപ്പൊ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഉദാരവൽക്കരണത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ നികുതി നയ പരിഷ്കാരങ്ങളും ധനനയ പരിഷ്കാരങ്ങളും വ്യാപാര വാണിജ്യ പരിഷ്കാരങ്ങളും ഒക്കെ നമ്മൾ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഇനി നമ്മൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് കടക്കുകയാണ്, പ്രൈവറ്റൈസേഷൻ. ഓക്കെ ആണല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതായത് ഉടമസ്ഥാവകാശത്തിലുള്ളതോ അല്ലെങ്കിൽ അത് നിർവഹണ ചുമതലയോ ഉള്ളതോ എല്ലാ സ്ഥാപനങ്ങളെയും ആർക്ക് കൈമാറണം? സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതായിരുന്നു സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് കമ്പനികളെ രണ്ട് രീതിയിലാണ് സ്വകാര്യ കമ്പനികളാക്കിയിട്ട് മാറ്റിയത്. എങ്ങനെയൊക്കെയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്? രണ്ട് പൊതുമേഖലാ രീതിയിലുള്ള കമ്പനികളിലൊക്കെ സ്വകാര്യ മേഖലകളിലേക്ക് മാറ്റിയില്ലേ? അങ്ങനെ സ്വകാര്യ കമ്പനികളെ രണ്ട് രീതിയിലേക്കാണ് മാറ്റിയത്. എങ്ങനെയൊക്കെ മാറ്റി നോക്കിക്കേ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശ നിർവഹണ ചുമതല എന്നിവയിൽ നിന്ന് ഗവൺമെന്റ് പിൻവാങ്ങുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പൊതുമേഖലകളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്നാണ് പറയുന്നത്. ഈ രണ്ട് പോയിന്റ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ഇതെന്താണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കപ്പെടുന്നത് നോക്കണം. ഈ പോയിന്റ് ഒന്ന് നോക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നു. സാമ്പത്തിക അച്ചടക്കവും ആധുനികവൽക്കരണവും കൊണ്ടുവരിക എന്നതായിരുന്നു ഓഹരി വിൽപ്പനയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. സ്വകാര്യ മൂലധനം, മികച്ച മാനേജ്മെന്റ് എന്നിവയെ പൊതുമേഖലയിലൂടെ വികസനത്തിനായി വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക എന്നതും വിഭാവനം ചെയ്തിരുന്നു. കൂടാതെ രാജ്യത്തേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സ്വകാര്യവൽക്കരണം പ്രചോദനമാകുമെന്ന് ഗവൺമെന്റ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഒക്കെ നന്നായിട്ട് വായിക്കണേ. പൊതുമേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മാനേജ്മെന്റ് സംബന്ധമായ തീരുമാനമെടുക്കാൻ അവയ്ക്ക് സ്വയം ഭരണാധികാരം നൽകി. ഉദാഹരണത്തിന് ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ എടുത്തു? മഹാരത്ന പദവി, നവരത്ന പദവി, മിനിരത്ന പദവി എന്ന പ്രത്യേക പദവികളൊക്കെ നൽകേണ്ടായി. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? അതിന്റെ ഉടമസ്ഥാവകാശവും നിർവഹണ ചുമതലയും ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് നൽകി. അപ്പോൾ ഈ സ്വകാര്യ മേഖല ഒന്നുകൂടി അവർ നല്ല രീതിയിൽ വളർന്ന് വികസിച്ചിട്ട് വന്നാലാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ പറ്റുക അല്ലെ? നല്ല രീതിയിൽ സാമ്പത്തികം. ഇന്നിപ്പോ 4ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ എന്ന് പറയുന്നു കണക്കുകൾ പ്രകാരം. അപ്പൊ അടുത്ത ഇതോട് കൂടിയിട്ട് 3ാം സ്ഥാനത്തേക്ക് എത്ര മറ്റ് പ്രഖ്യാപനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വാർത്തകളിലൊക്കെ കണ്ടതാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട്, അതായത് ഈ സ്വകാര്യ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വികസിച്ച് വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകളാണ്. അപ്പൊ ഓരോരോ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത അവാർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോ ആദ്യം ഒരു എക്സാം എഴുതും, ചിലപ്പോൾ സപ്ലിയിൽ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ സപ്ലിയിൽ വന്നു, അപ്പൊ നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തണം, അടുത്ത മെയിനിലേക്ക് വരണം വിചാരിക്കും. അപ്പൊ മെയിനിൽ എഴുതുമ്പോൾ ഒരു 500ാമത്തെ റാങ്ക് ഒക്കെ കിട്ടും. അപ്പൊ വീണ്ടും നമ്മൾ പറയും ഇല്ല പോരാ, 1ാമത്തെ റാങ്കിലേക്ക് പോകണം. അങ്ങനെ നമുക്ക് എന്താണ്, അതൊരു പ്രചോദനമാണ് അല്ലെ? ലിസ്റ്റിൽ പെടാണ്ടിരിക്കുമ്പോൾ അതിലേറെ വിഷമം. അത് വേറൊരു കാര്യമായിട്ട് പോട്ടെ. എന്തായാലും അപ്പൊ നമുക്കൊരു പ്രചോദനമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് പദവി കൊടുക്കുകയാണ്? ഓരോരോ പദവി കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ആ കമ്പനികളെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഈ അവാർഡുകളൊക്കെ ഏർപ്പെടുത്തിയത് കേട്ടോ. മഹാരത്ന പദവിയും നവരത്ന പദവിയും മിനിരത്ന പദവിയും ഒക്കെ എന്ത് ചെയ്തു? ഓരോന്നും കൊടുക്കാൻ തുടങ്ങി. ഇനി എന്താണ് നവരത്ന കമ്പനികളും പൊതുമേഖലാ നയങ്ങളും നോക്കിക്കേ. അതായത് ഇതൊരു എന്താണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. വിക്രമാദിത്യ രാജാവിന്റെ കൊട്ടാരത്തിൽ കലയിലും സാഹിത്യത്തിലും ഒക്കെ പ്രഗത്ഭരായ 9 പേരെ കുറിച്ചിട്ട്. അതാണ് നവരത്നം കണ്ട 9 പേര്. ആരുടെയാണ്? വിക്രമാദിത്യ രാജാവിന്റെ. ഇത് പഠിക്കാനൊന്നുമില്ല. കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽപരമായ കഴിവ് സൃഷ്ടിക്കുന്നതിനും ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഈ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഭരണനിർവഹണ ചുമതലയും സ്വയം ഭരണാധികാരവും നൽകി. ഇത് പ്രധാനമായും സ്ഥാപനത്തിന്റെ ഫലപ്രദമായ നടപ്പിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ലാഭം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഓരോ പദ്ധതികളാണ്. കൂടുതൽ ലാഭമുണ്ടാക്കുന്ന മിനിരത്ന കമ്പനികൾക്ക് പ്രവർത്തന കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഭരണനിർവഹണ കാര്യങ്ങളിലും കൂടുതൽ സ്വയം ഭരണാധികാരം നൽകി.
2011 ഏതാണ്ട് 90ഓളം കമ്പനികൾക്ക് വിവിധ പദവികൾ നൽകി. ഇത് പ്രീവിയസ് ആണ് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ്. മഹാരത്ന പദവി, ഏറ്റവും വലിയ പദവിയാണ് മഹാരത്ന പദവി ലഭിച്ചതാണ് IOCക്കും സെയിലും കേട്ടോ. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനും അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യൻ ലിമിറ്റഡിനുമാണ് 2011 എന്ത് ചെയ്തത്? 2011 ആണ്. 2011 മറക്കണ്ട. മഹാരത്ന പദവി കിട്ടിയ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും സെയിലും. ഇനി നവരത്ന പദവിയാണ് ബെല്ലിനും MTNL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനും മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡും കേട്ടോ. ഇനി മിനിരത്ന പദവിയാണ് ഏതൊക്കെയാണ്? BSNLന്, അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡിനും. അത് പഠിച്ചു വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് മഹാരത്ന പദവി, മിനിരത്ന പദവിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി എന്താണ് ആഗോളവൽക്കരണം? അപ്പൊ നമ്മൾ ഉദാരവൽക്കരണം കഴിഞ്ഞു, സ്വകാര്യവൽക്കരണം കഴിഞ്ഞു, ആഗോളവൽക്കരണം പഠിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം കൊണ്ട് സാധാരണയായിട്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു വ്യവസായങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാത്രം ഒതുങ്ങി നിന്നാൽ മതി, പോരാ അല്ലെ? അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ എന്ത് ചെയ്യണം? ആഗോളവൽക്കരിക്കണം. എന്നാലാണ് നല്ല രീതിയിൽ മത്സരക്ഷമത ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോ അങ്ങനെ ആഗോളവൽക്കരണം കൊണ്ട് സാധാരണ എങ്കിലും ഇത് വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ലോകത്തെ കൂടുതൽ പരസ്പര ആശ്രയത്വമുള്ളതായും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണിത ഫലമാണ് ആഗോളവൽക്കരണം. സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാത്ത പ്രവർത്തന ശൃംഖലകൾ സൃഷ്ടിക്കലാണ് ഇതിലുള്ളത്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പുറം രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഓളങ്ങൾ നമ്മുടെ രാജ്യത്തേക്കും എത്തിച്ചേരുന്നു. തൽഫലമായിട്ട് അതിരുകളില്ലാത്ത ഏക ലോകമായി മാറുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇനി എന്താണ് പുറം പണിക്കരാർ? വന്നത് ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ടോ? പുറം പണിക്കരാറ് എന്താണ്? ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കരാർ. പഠിക്കണം കേട്ടോ. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങൾ, ചിലപ്പോൾ ഉദാരവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കരാർ എന്ന് പറഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ആയില്ലേ? അല്ല, ആഗോളവൽക്കരണത്തിന്റെ ആണ്. ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ, എന്തൊക്കെ സേവനങ്ങളാകാം? ഒന്നുമില്ലെങ്കിൽ നിയമോപദേശമാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സേവനമാകാം, അല്ലെങ്കിൽ പരസ്യമാകാം, സുരക്ഷയാകാം, അങ്ങനെ ഏതാകാം. അപ്പൊ ഇപ്പോൾ പുറത്തു നിന്നും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും അത് സ്വീകരിക്കുന്നു. വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം, പ്രത്യേകിച്ചും വിവരസാങ്കേതിക വിദ്യയുടെ വികസനം ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറംപണിക്കരാറിനെ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദാധിഷ്ഠിത ബിസിനസ് പ്രക്രിയകൾ പൊതുവെ പറയുന്ന പേരെന്താണ്? കോൾ സെന്റർ അല്ലെ. രേഖകൾ സൂക്ഷിക്കൽ, അക്കൗണ്ടൻസി, ബാങ്കുകളുടെ സേവനം, സംഗീത റെക്കോർഡിംഗ്, സിനിമ എഡിറ്റിംഗ്, പുസ്തകം പകർത്തിയെഴുതൽ, ചികിത്സ സംബന്ധമായ ഉപദേശങ്ങൾ, അധ്യാപനം തുടങ്ങിയ സേവനങ്ങൾ വികസിത രാജ്യങ്ങളിലെ കമ്പനികളെ ഇന്ത്യയിൽ നിന്നും പുറം കരാർ പണിപ്രകാരം വാങ്ങുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പുറംപണിക്കരാർ, അതായത് മറ്റു രാജ്യങ്ങള് പുറത്തു നിന്നും, ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നില്ല, അപ്പൊ പുറത്തു നിന്നും കൊണ്ടുവരുന്നതല്ലോ, അതുകൊണ്ടാണ് ആ പുറം കരാറിൽ നിന്ന് വരുന്നത്. എന്തിനൊക്കെയുള്ള സേവനങ്ങൾ? ഇത്രയും സേവനങ്ങളൊക്കെ മറ്റു രാജ്യങ്ങള് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നാണ് പുറംപണിക്കരാർ വഴി എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ വാങ്ങുന്നത് അഥവാ ചെയ്യിപ്പിക്കുന്നത്. ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ, ചിത്രങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ സംഖ്യാരൂപത്തിലാക്കി ആധുനിക വാർത്താവിനിമയ സംവിധാനമായ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മറ്റു രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും സംപ്രേഷണം ചെയ്യപ്പെടുന്ന വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോടുകൂടിയ മനുഷ്യശേഷി വിഭവങ്ങൾ, പൂർണ്ണ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറു കമ്പനികളും അവരുടെ സേവനങ്ങൾ പുറം കരാർ പണിയിലൂടെ ഇന്ത്യക്ക് നൽകുന്നു. കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം കരാർ പണിയുടെ ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ? കണ്ടില്ലേ എന്താണ് പുറം പണിക്കരാറിന്റെ ഇതിൽ വരുന്നത് നോക്കിയേ? കുറഞ്ഞ വേതന നിരക്കും വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത. ഇതാണ് കൊല്ലം കണ്ണൂർ വന്നത്. കണ്ടോ ക്വസ്റ്റ്യൻ വന്ന് കണ്ടോ? അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാം. വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോട് കൂടിയ മനുഷ്യശേഷി വിഭവങ്ങളും അതുപോലെ കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ പുറം കരാർ പണിയിലൂടെ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. കുറഞ്ഞ വേതന നിരക്കും വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതയും സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം കരാർ പണിയുടെ ഒരു ആഗോള കേന്ദ്രമായിട്ട് ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. പഠിച്ചല്ലോ. ഇതാ നോക്കിക്കേ, അടുത്ത ലോക വ്യാപാര സംഘടനയാണ്. അടുത്ത എക്സാമ്പിൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗാട്ട് അല്ലെ. ഗാട്ട് എന്ന സംഘടനയുടെ പഠിച്ചോളണം. ചിലപ്പോൾ ഗാട്ടിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. ഗാട്ട്, GATT. ജി എന്താണ്? ജനറൽ
എ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. പഠിച്ചോ? അപ്പൊ ആരുടെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന വന്നത്? ഗാട്ടിന്റെ പിൻഗാമിയാണ്. ഗാട്ടിന്റെ ഫുൾ ഫോം ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. നോക്കൂ, ഇനി അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ നൽകി വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഉടമ്പടികൾ നിർവഹിക്കാനാണ് ആഗോള വ്യാപാര സംഘടനയായ ഗാട്ട് 1948 നിലവിൽ വന്നത്. അപ്പൊ ഗാട്ട് വന്നത് 1948. ഗാട്ടിന്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന 1995 നിലവിൽ വരുന്നത്. പഠിച്ചല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അന്താരാഷ്ട്ര വിപണിയില് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകി വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ഉടമ്പടികൾ നിർവഹിക്കാനാണ്. നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനം സ്ഥാപിക്കുക എന്നതായിരുന്നു ലോക വ്യാപാര സംഘടന പ്രതീക്ഷ. നിയമാധിഷ്ഠിത വ്യാപാര സമയം, അതായത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് നിയമത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അങ്ങനെയായിരുന്നു ഗാട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ രാജ്യങ്ങൾക്ക് ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ വ്യാപാരത്തിന്മേൽ ഏർപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ സേവനങ്ങളുടെ ഉൽപാദനവും വ്യാപാരവും വർദ്ധിപ്പിക്കുക, ആഗോള വിഭവങ്ങളുടെ ഏറ്റവും അനുകൂലമായ ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയും ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ ലോക വ്യാപാര സംഘടന പറയുമ്പോൾ ഒരു വ്യാപാരം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ്? ഒരു സേവനങ്ങളുടെ ഉൽപാദനവും വ്യാപാരവും വർദ്ധിപ്പിക്കുക, ആഗോള വിഭവങ്ങളുടെ ഏറ്റവും അനുകൂലമായ ഉപയോഗം, അതുപോലെ അതിന്റെ ഒപ്പം തന്നെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്നൊക്കെ എന്തുണ്ടായിരുന്നു? ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. നോക്കൂ, ഇറക്കുമതി തീരുവയുടെയും അന്താരാഷ്ട്ര വ്യാപാരം രണ്ട് രാജ്യങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായും ശക്തിപ്പെടുത്തുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ ഉടമ്പടിയിലുള്ളതാണ്. അപ്പൊ ലോക വ്യാപാര സംഘടനയുടെ ഉടമ്പടിയിലുള്ളത് എന്തൊക്കെയാണ്? ഇറക്കുമതി തീരുവയുടെയും അന്താരാഷ്ട്ര വ്യാപാരം രണ്ട് രാജ്യങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായും ശക്തിപ്പെടുത്തുക. പിന്നെ കൂടാതെ എല്ലാ അംഗരാജ്യങ്ങൾക്കും കൂടുതൽ വിപണി അവസരങ്ങളും നൽകുന്നു. വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വികസിതമാണോ? അല്ല, വികസ്വര രാജ്യങ്ങളാണ് അല്ലെ. വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും ആഗോള നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപീകരിക്കുന്നതിനും ലോക വ്യാപാര സംഘടനയിലെ ഒരു പ്രധാന അംഗരാജ്യം എന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തി തന്നെയായിരുന്നു. ലോക വ്യാപാര സംഘടന പറയുന്നത് പോലെ ഇറക്കുമതിക്കുള്ള കോട്ട നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചുകൊണ്ടും നമ്മുടെ രാജ്യം വ്യാപാര മേഖലയിൽ ഉദാരവൽക്കരണത്തോടുള്ള പ്രതിബദ്ധത നടപ്പിലാക്കി. നോക്കിക്കേ, 12ാം പഞ്ചവത്സര പദ്ധതി അതിവേഗത്തിലുള്ളതും സുസ്ഥിരവും കൂടുതൽ ഉൾച്ചേർന്നതുമായിട്ടുള്ള വളർച്ചയാണ് 12ാം പഞ്ചവത്സര പദ്ധതിക്കുള്ള സമീപനം. ആസൂത്രണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അന്നത്തെ വിവിധ മേഖലകളിലെ GDP വളർച്ച ശതമാനക്കണക്കിൽ കൊടുത്തിരിക്കുകയാണ്. ബോക്സ് വരാൻ സാധ്യതയില്ല, ബൈചാൻസ് പറയാൻ പറ്റില്ല, PSC അല്ലേ. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും വികസിത രാജ്യങ്ങൾ തമ്മിലായതിനാൽ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ ഒരു അംഗം എന്ന നിലയിൽ തുടരുന്നതിന്റെ സാങ്കത്യം ചില പണ്ഡിതർ ചോദ്യം ചെയ്യുന്നു. അതായത് നമ്മുടെ ലോക വ്യാപാര സംഘടനയില് മുക്കാലും ഏത് രാജ്യങ്ങളായിരുന്നു? വികസിത രാജ്യങ്ങളായിരുന്നു. വികസിത രാജ്യങ്ങൾ പറയുമ്പോൾ അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യമൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വികസ്വര രാജ്യമാണ്. അപ്പൊ ഈ ലോക വ്യാപാര സംഘടനയിൽ ആരും അംഗമാണ്? ഇന്ത്യ അംഗമാണ്. അപ്പൊ ഈ പണ്ഡിതന്മാർക്ക് ചൂണ്ടിക്കാട്ടിയത് എന്താണ്? ഇത്രയും വികസിത രാജ്യങ്ങളോട് മല്ലിടാൻ നമ്മുടെ ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ പണ്ഡിതർ ചോദിച്ചത്. അവർ വീണ്ടും പറയുന്നു, വികസിത രാജ്യങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് സബ്സിഡി നൽകുന്നുണ്ട്. അതേസമയം വികസന രാജ്യങ്ങളിലുള്ള കാർഷിക സബ്സിഡിക്കെതിരെ വികസിത രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുന്നു. വികസന രാജ്യങ്ങൾ അവരുടെ വിപണി വികസിത രാജ്യങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യം പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ വികസിത രാജ്യങ്ങൾ അവരുടെ വിപണി വികസന രാജ്യങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനാൽ വികസന രാജ്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. അപ്പോൾ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യണം? വിപണിയൊക്കെ ആയിട്ട് തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ ഇന്ത്യനെ. പക്ഷേ അവർ ഒരിക്കലും നമുക്ക് വികസന രാജ്യങ്ങളെ ഒരിക്കലും ആര് ക്ഷണിക്കില്ല? വികസിത രാജ്യങ്ങൾ ഒരിക്കലും ആ വിപണിക്കായിട്ട് തുറന്നു കൊടുക്കാറില്ല. അത് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ വന്നു വരുമ്പോ നമ്മൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. നമ്മുടെ ഇന്ത്യ വികസിത രാജ്യമാണ്, പക്ഷെ നമ്മുടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് വ്യാപാര കരാർ അത് ഇതൊക്കെ അപ്പൊ ഒക്കെ തുറന്നു കൊടുക്കും അല്ലെ. നമ്മൾ ചിന്തിക്കില്ലേ നമ്മുടെ രാജ്യത്തിനും അവരൊക്കെ തുറന്നു കൊടുക്കില്ല. അത് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ നാളെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വികസന രാജ്യങ്ങളിലുള്ള കാർഷിക സബ്സിഡിക്കെതിരെ വികസിത രാജ്യങ്ങൾ
ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുന്നു. അതായത് വികസിത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കാറുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? സബ്സിഡി. ശ്രദ്ധിക്കണം കേട്ടോ, കാർഷിക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ശ്രദ്ധിക്കണം, സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുവേ. ഇനി വികസന രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർഷിക സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ വികസിത രാജ്യങ്ങൾ എന്ത് പറയാണ്? ലോക സംഘടനയിൽ പരാതി നൽകുകയാണ് കേട്ടോ. അപ്പൊ വികസന രാജ്യങ്ങൾ അവരുടെ വിപണി വികസിത രാജ്യങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നു. എന്നാൽ വികസിത രാജ്യങ്ങൾ അവരുടെ വിപണി വികസന രാജ്യങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നില്ല. ഇതിനാൽ വികസന രാജ്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. ഇനി പരിഷ്കരണ കാലത്തെ പറ്റിയിട്ട് ഒരു വിലയിരുത്തലാണ്. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരം തുടങ്ങിയിട്ട് 25 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. GDP വളർച്ചാ നിരക്ക് നോക്കിയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അളക്കുന്നത്. പഠിച്ചോളണം കേട്ടോ. GDP വളർച്ച, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ, ആ വളർച്ച നിരക്ക് നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അളക്കുന്നത്. 4 ഓപ്ഷൻ വരുമ്പോൾ അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവുകയെ. പട്ടിക നോക്കുക, അത് വേണ്ട. 1900 നമ്മൾ നേരത്തെ തന്നില്ലേ പട്ടിക, അതിൽ GDP വളർച്ച അത് നോക്കാനാണ് പറയുന്നത്. 1980 to 90 കാലഘട്ടത്തിൽ GDP വളർച്ചാ നിരക്ക് 5.6%. 2007-2012 കാലഘട്ടത്തിൽ അതെന്തായി? 8.2% വർദ്ധിച്ചു. പരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറയുകയാണ് ഉണ്ടായിരുന്നത്. അതായത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വന്ന സമയത്ത് എന്താ അവിടെ ഉണ്ടായെന്ന് പറയുന്നത്? കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞു. പഠിച്ചോളനെ, പുത്തൻ സാമ്പത്തിക നയം വന്ന സമയത്ത് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞു. അതേസമയം വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. കാർഷിക വളർച്ചാ നിരക്ക് കുറഞ്ഞു, വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിൽ ഏറ്റക്കുറച്ചിൽ, അതായത് കൂടിയും കുറഞ്ഞും ഉണ്ടായി. എന്നാൽ സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. പഠിച്ചോളൂ, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തൊക്കെ വന്നു? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് കുറഞ്ഞു. രണ്ടാമത്തെ മേഖല പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയില്ലേ? പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല. പ്രാഥമിക മേഖലയില് വളർച്ചാ നിരക്ക് കുറഞ്ഞു. രണ്ടാമത്തെ ദ്വിതീയ മേഖല വ്യവസായ മേഖല, അതില് കൂടിയും കുറഞ്ഞും ഉണ്ടായി, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. എന്നാൽ തൃതീയ മേഖലയായ സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് എന്ത് ചെയ്തു? വർദ്ധിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സേവന മേഖലയുടെ വളർച്ചയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ, പഠിച്ചോളനെ, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് മേഖല എന്ന് തോന്നുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല തന്നാൽ അത് തൃതീയ മേഖലയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. GDP വളർച്ച നിരക്ക് 9%, 9.5% നേടണം എന്നതാണ് 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ചോദ്യം വരും കേട്ടോ. 12ാം പഞ്ചവത്സര പദ്ധതി GDP വളർച്ചാ നിരക്ക് എത്ര ശതമാനം ആകണം എന്നാണ് ലക്ഷ്യമിട്ടത് ചോദിച്ചാൽ 9.5%. 9.5 പഠിക്കണേ. 9.5% GDP വളർച്ച ആകണമെന്നാണ് 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ഈ ഉയർന്ന വളർച്ചാ നിരക്ക് നേടണമെങ്കിൽ നമ്മുടെ കാർഷിക മേഖല 4 മുതൽ 4.2% വരെയും വ്യാവസായിക മേഖല 9.6 മുതൽ 10.9% വരെയും സേവന മേഖല 10% വളരുക. എന്നാൽ ഇത്തരത്തിലുള്ള ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിൽക്കുന്നതല്ല എന്ന പണ്ഡിതന്മാരുടെ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ തുറന്നിട്ടതോട് കൂടിയിട്ട് നേരിട്ടുള്ള വിദേശ നിക്ഷേപവും വിദേശ വിനിമയ ശേഖരവും വർദ്ധിക്കണ്ടേ. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നിട്ട് കൊടുത്തു അല്ലെ, പുത്തൻ സാമ്പത്തിക നയപ്രകാരം ആർക്ക് വേണമെങ്കിലും എന്തുമാകാം എന്നുള്ള ലെവലായി. ആ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു? വിദേശ നിക്ഷേപവും വിദേശ വിനിമയ ശേഖരവും വർദ്ധിച്ചു. നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം എന്നിവ കൂടി ചേർന്ന വിദേശ നിക്ഷേപം 90-91 10 കോടി അമേരിക്കൻ ഡോളറിൽ നിന്നും എത്രയായി? 2010-11 4000 കോടി അമേരിക്കൻ ഡോളറായിട്ട് വർദ്ധിച്ചു. അതായത് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരം വന്നത്. ആ സമയത്ത് 10 കോടിയായിരുന്നു അമേരിക്കൻ ഡോളർ. അതായത് 2010-11 അത് എത്രയായി? 4000 കോടി അമേരിക്കൻ ഡോളറായിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ വിദേശ നാണയ ശേഖരം 1990-91 60 കോടി അമേരിക്കൻ ഡോളറിൽ നിന്നും 2012 അത് 4000 കോടിയായിട്ട് അമേരിക്കൻ ഡോളറായിട്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്ത് പഠിച്ചോളണം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഓട്ടോമൊബൈൽ, സ്പെയർ പാർട്സ്, എഞ്ചിനീയറിംഗ് സാമഗ്രി, IT സോഫ്റ്റ്വെയർ, തുണിത്തരങ്ങൾ എന്നിവ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി പരിഷ്കരണ കാലഘട്ടത്തെ ഇന്ത്യയെ കാണാൻ കഴിയും. അപ്പൊ എന്തൊക്കെ കയറ്റുമതിയാണ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന്?
എന്താണ് എഞ്ചിനീയറിംഗ് സാമഗ്രികളും ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സും IT സോഫ്റ്റ്വെയറും തുണിത്തരങ്ങൾ കൂടാതെ വിലക്കയറ്റ നിയന്ത്രണം വിധേയമാക്കിയിരുന്നു. തൊഴില്, കൃഷി, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം, ധനനിർവഹണം എന്നീ മേഖലകളിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാമ്പത്തിക പരിഷ്കരണത്തിന് കഴിഞ്ഞില്ല എന്ന വിമർശനം മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വിദേശ നാണയശേഖരമൊക്കെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ കൃഷി മേഖല, അതൊക്കെ അടിസ്ഥാന കാര്യങ്ങളല്ലേ, തൊഴിൽ മേഖലയിലോ കൃഷി മേഖലയിലോ വ്യവസായ മേഖലയിലൊന്നും അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി സാമ്പത്തിക വളർച്ചയും തൊഴിലും അതുപോലെ കാർഷിക മേഖലയിൽ എന്താണ് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ, നമുക്ക് ഓരോരോ പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, നികുതി നയം, ധനനയം, പരിഷ്കാരങ്ങൾ, അതൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി സാമ്പത്തിക വളർച്ചയും തൊഴിലും. സാമ്പത്തിക പരിഷ്കരണത്തിന്റെ കാലഘട്ടത്തിൽ GDP വളർച്ചാ നിരക്ക് വർദ്ധിച്ചുവെങ്കിലും ഈ സാമ്പത്തിക വളർച്ച നമുക്ക് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടായി, പക്ഷെ തൊഴിലവസരങ്ങളൊന്നും അവിടെ സൃഷ്ടിച്ചില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. വളർച്ച, തൊഴിലിന്റെ വിവിധ സ്വഭാവങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാന്ന് പറയുന്നുണ്ട്. ഇനി കാർഷിക മേഖലയിൽ എന്താണ് പരിഷ്കാരം? അപ്പൊ സാമ്പത്തിക വളർച്ചയും തൊഴിലും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ സാമ്പത്തിക വളർച്ച കൂടിയാലും തൊഴിൽ എന്ത് ചെയ്തിട്ടില്ല? കൂടിയില്ല, തൊഴിൽ കൂടിയില്ല കേട്ടോ. ഇനി കാർഷിക മേഖലയിൽ സാമ്പത്തിക പരിഷ്കാരം കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഗുണമൊന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല കാലഘട്ടത്തിൽ വളർച്ച, അപ്പൊ തൊഴിലും വർദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞതില് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃഷിയിലും വ്യവസായത്തിലും തൊഴിലിലൊന്നും സാമ്പത്തികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിലൊന്നും ഗണ്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം സാമ്പത്തിക വളർച്ചാലും തൊഴിലൊന്നും ലഭിക്കില്ല. അതുപോലെ കാർഷിക മേഖലയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? പ്രാധാന്യമൊന്നും ലഭിച്ചിട്ടില്ല. പരിഷ്കരണ ഘട്ടത്തിൽ കാർഷിക മേഖലയിലെ സർക്കാരിന്റെ മൂലധന നിക്ഷേപം, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളായ ജലസേചനം, വൈദ്യുതി, റോഡ്, വിപണി ബന്ധിപ്പിക്കൽ, ഗവേഷണം, അതായത് ഹരിത വിപ്ലവത്തിൽ ഇവയെല്ലാം പ്രധാന പങ്ക് വഹിച്ചതാണ്. തുടങ്ങിയവയിൽ കുറയുകയാണ് ഉണ്ടായത്. മൊത്തം സാമ്പത്തിക നയത്തിലൂടെ എന്താണ്, അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ജലസേചനങ്ങളും വൈദ്യുതിയും റോഡും അതുപോലെ വിപണികളെ തമ്മിൽ ബന്ധിപ്പിക്കലും ഗവേഷണം, ഇതിലൊക്കെ കുറവാണ് ഉണ്ടായത്. തൊഴിലിൽ കുറവ് വന്നു, കൃഷി മേഖല കുറഞ്ഞു, രാസവളങ്ങൾ സബ്സിഡി വെട്ടിക്കുറച്ചത് മൂലം കാർഷിക ഉൽപാദനത്തിൽ ചെലവ് വർദ്ധിച്ചു. രാസവളങ്ങളിലൊക്കെ എന്ത് ചെയ്തു? സബ്സിഡി വെട്ടിക്കുറച്ചപ്പോൾ കാർഷിക ഉൽപാദന ചെലവ് വർദ്ധിച്ചു. ഏറ്റവും മോശമായി ബാധിച്ചത് ചെറുകിട നാമമാത്ര കർഷകരെയാണ്. അതിപ്പോ ഏത് പോയാലും താഴെത്തട്ടിലുള്ളവർക്കല്ലേ പ്രശ്നമുള്ളത്. കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചതും താങ്ങുവില നീക്കം ചെയ്തതും കാർഷികോൽപ്പന്നങ്ങളുടെ അളവ് നിയന്ത്രണം എടുത്തു കളഞ്ഞതുമെല്ലാം ഈ മേഖലയിലുണ്ടായ നയമാറ്റങ്ങൾ. അപ്പൊ കാർഷിക മേഖലയിലെ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വന്നതാ, ശ്രദ്ധിക്കണം കേട്ടോ. കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചതും താങ്ങുവില നീക്കം ചെയ്തതും കാർഷികോൽപ്പന്നങ്ങളുടെ അളവ് നിയന്ത്രണം എടുത്തു കളഞ്ഞതുമെല്ലാം ഈ മേഖലയിലുണ്ടായ നയമാറ്റങ്ങൾ. ഇതെല്ലാം ഇന്ത്യൻ കർഷകരെ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് വർദ്ധിച്ച തോതിലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളും ഇന്ന് ഇന്ത്യൻ കർഷകർ നേരിടേണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ കാർഷിക മേഖലയിലെ കയറ്റുമതി അടിസ്ഥാനമാക്കിയ നയതന്ത്രത്തിന്റെ ഭാഗമായി ഭക്ഷ്യവിളകൾക്ക് വരെ നാണ്യവിളകളുടെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതോടെ തദ്ദേശീയ വിപണിക്ക് വേണ്ടിയിട്ടുള്ള ഉൽപാദനത്തിന് പകരം വിദേശ നിക്ഷേപ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉൽപാദനത്തിന് പ്രാധാന്യം നൽകി. ഇത് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ നോക്കാം. റിഫോംസ് ഇൻ ഇൻഡസ്ട്രി. വ്യവസായ വളർച്ചാ നിരക്കും കുറഞ്ഞ തോതിലാണ് രേഖപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ അത് നേരത്തെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് കൃഷി, അതുപോലെ തന്നെ തൊഴില്, വ്യവസായം, ഇതിലൊക്കെ എന്താണ് പുത്തൻ സാമ്പത്തിക നയം വന്നാലും ഇതിലൊക്കെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കണം. വില കുറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള അപര്യാപ്തമായ നിക്ഷേപം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് സാധനങ്ങൾ വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ എന്തായി, ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ, ഇവിടെ വ്യവസായങ്ങൾ ഓരോരുത്തരും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകുന്നല്ലോ, അതിലൊക്കെ എന്താണ്, കാരണം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കപ്പെടാതെ പോയി അല്ലേ. അപ്പൊ അത് എന്താണ്, വ്യവസായ മേഖലയ്ക്ക് നഷ്ടമാണല്ലോ. അപര്യാപ്തമായ നിക്ഷേപം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആഗോളവൽക്കരണ കാലത്ത് വികസ്വര രാജ്യങ്ങൾ അവരുടെ വിപണി വികസിത രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനങ്ങൾക്കും വേണ്ടിയിട്ടാണ് തുറന്നത്. അതൊക്കെ വലിയൊരു അല്ലേ, കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ജനങ്ങളെ തന്നെ അതെന്ത് ചെയ്യണം, ഒരുപാട് നഷ്ടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവര് വികസിത രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനങ്ങൾക്കും വേണ്ടിയിട്ടാണ് തുറന്നു കൊടുക്കാൻ നിർബന്ധിതരായി. ഇത് ഇറക്കുമതി വസ്തുക്കൾക്ക് വേണ്ടി നമ്മുടെ വ്യവസായങ്ങളെ അടിയറ വെക്കുകയും ഇകഴ്ത്തുകയുമായിരുന്നു ചെയ്തത്. കുറഞ്ഞ വിലയിലുള്ള ഇറക്കുമതി സാധനങ്ങൾ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറച്ചു. തദ്ദേശീയ ഉൽപ്പന്ന നിർമ്മാതാക്കൾ എന്ത് ചെയ്തു, ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരം നേരിട്ടു. മൂലധന നിക്ഷേപത്തിന്റെ അപര്യാപ്തത മൂലം വൈദ്യുതി ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ദൗർലഭ്യം നേരിട്ടിരുന്നു.
ആഗോളവൽക്കരണം മൂലം വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അനിയന്ത്രിതമായ ഒഴുക്ക് വികസ്വര രാജ്യങ്ങളിലെ പ്രാദേശിക വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. ഇപ്പോ നമ്മളൊരു വ്യവസായം, ഇപ്പൊ നമ്മൾ കുറെ പേര് ചേർന്നിട്ട് ഒരു വ്യവസായം ചെയ്യാന്ന് വെക്കുക, നമ്മുടെ സാധനങ്ങൾ വിറ്റുപോയാലല്ലേ നമുക്ക് നേട്ടമുള്ളൂ ഇല്ലേ? പക്ഷെ അതേ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അതേ സാധനങ്ങൾ വിദേശ രാജ്യത്ത് നിന്ന് ഒരുപാട് ഇറക്കുമതി വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാണ്. അപ്പൊ വിലക്കുറവിലൂടെയല്ലേ ഇന്നിപ്പോ നമ്മളാണെങ്കിൽ വിലക്കുറവിലൂടെയല്ലേ നമ്മൾ പോകുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും അത് നമ്മൾക്ക് എന്ത് ചെയ്തു? നമുക്കൊരു തൊഴിലാണ്, നമുക്കതൊരു വ്യവസായമാണ് അല്ലേ? അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്തു? നഷ്ടങ്ങൾ സംഭവിച്ചു. കൂടാതെ വികസിത രാജ്യങ്ങളിലെ ഉയർന്ന ചുങ്കം, മറ്റ് തടസ്സങ്ങൾ ഇവ മൂലം ഇന്ത്യയെ പോലുള്ള ഒരു വികസന രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വികസിത രാജ്യങ്ങളിലെ വിപണി ലഭിക്കാൻ അവസരമുണ്ടായില്ല. ഉദാഹരണമായിട്ട് പറയുന്നത്, വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും കയറ്റുമതി അളവിലെ നിയന്ത്രണം ഇന്ത്യ ഒഴിവാക്കിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്കുള്ള അളവിലുള്ള നിയന്ത്രണം അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ, തുണിത്തരങ്ങളുടെയും ഉദാഹരണം പറയുന്നത്, വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും കയറ്റുമതി അളവിലെ നിയന്ത്രണം ഇന്ത്യ ഒഴിവാക്കി. എങ്കിലും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്കുള്ള അളവിലുള്ള നിയന്ത്രണം അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അമേരിക്ക ഒരു വികസിത രാജ്യമാണ്. അപ്പൊ നോക്കിക്കേ, എത്രയായാലും വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് വികസന രാജ്യങ്ങൾക്ക് എതിരെ ആയിരിക്കും അല്ലേ? അത് തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞത്. കാർഷിക സബ്സിഡിയൊക്കെ കുറച്ച സമയത്ത് വികസിത രാജ്യങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്തിനാണ് വികസന രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലെ? എന്താണ് അപനിക്ഷേപം? നോക്കിക്കേ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും ഒരു ലക്ഷ്യം വെക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1991-92 പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലൂടെ ലക്ഷ്യമിട്ട തുക 2500 കോടി രൂപയായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള കുറെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? സ്വകാര്യവൽക്കരിക്കുകയാണ്. അപ്പൊ 91-92 ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിട്ടത് എത്ര കോടിയാണ്? 2500 കോടി രൂപയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതിലൂടെ നേടിയത് 3040 കോടി രൂപയാണ്. അപ്പൊ ഇങ്ങനെ കോടികൾ നേടുമ്പോൾ തന്നെയാണ് ഇന്നും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? സ്വകാര്യവൽക്കരിക്കുന്നത്. ഇത് ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതലാണ് അല്ലെ? അതുകൊണ്ട് 2010-11 ലക്ഷ്യമിട്ട തുക എത്രയാണ്? 40,000 കോടി രൂപയായിരുന്നു. എന്നാൽ നേടാനായത് നോക്കിക്കേ, 40,000 കോടി പോയിട്ട് 22,850 കോടി രൂപ മാത്രമാണ് 2010 കിട്ടിയത്. അത് എന്തായി? കുറഞ്ഞു പോയില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ കുറഞ്ഞ വിലയിൽ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു എന്ന വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഗവൺമെന്റിന് ഗണ്യമായ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നതാണ് ഇതിന് അർത്ഥം. കൂടാതെ പൊതുമേഖല ഓഹരി കുറഞ്ഞ വിലക്ക് അല്ലെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗവൺമെന്റിന് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അതായത് കൂടാതെ പൊതുമേഖല ഓഹരി കുറഞ്ഞ വിലക്കാണ് ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റിന് നഷ്ടമുണ്ടായി എന്നതാണ് ഇതിനർത്ഥം. കൂടാതെ പൊതുമേഖല ഓഹരികൾ വിറ്റ് കിട്ടുന്ന പണം ആ മേഖലയുടെ വികസനത്തിനോ സാമൂഹ്യ അടിസ്ഥാന ഘടകങ്ങളുടെ നിർമ്മാണത്തിനോ ആയിരുന്നില്ല ഉപയോഗിച്ചത്, മറിച്ച് ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തിലെ കമ്മി നികത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഒരു റെയിൽവേ മേഖല വിൽക്കുന്ന സമയത്ത് ആ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട വികസനങ്ങളാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലേ? പക്ഷെ ഗവൺമെന്റ് ഇപ്പോൾ ഒരു പൊതുമേഖലയായിട്ടുള്ള റെയിൽവേ മേഖല വിൽക്കുന്ന സമയത്ത് ആ റെയിൽവേ മേഖലയ്ക്ക് ഉദാഹരണം പറയുകയാണ്, വികസനം കാണാതെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ആ മേഖലയ്ക്ക് വികസനം കൊടുക്കാതെ റവന്യൂ വരുമാനത്തിലെ കമ്മി നികത്തുന്നതിനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പൊതുമേഖലയുടെ നില മെച്ചപ്പെടുത്തുന്നതിന് അവയുടെ സ്വത്തിന്റെ ഒരു ഭാഗം വിൽക്കലാണ് ഏറ്റവും മെച്ചപ്പെട്ട വഴിയെന്ന് നിങ്ങൾ കരുതുന്നുവോ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇതൊക്കെ നമ്മുടെ വീണ്ടും ഇന്ത്യൻ എന്ത് ചെയ്യണം? സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി സാമ്പത്തിക പരിഷ്കരണങ്ങളും ധനനയവും. പൊതു ചെലവുകൾ, പ്രത്യേകിച്ചും സാമൂഹ്യ മേഖലയിലുള്ള ചെലവുകൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ് സാമ്പത്തിക പരിഷ്കരണത്തിൽ കാണാൻ കഴിഞ്ഞത്. നികുതി നിരക്ക് കുറയ്ക്കുന്നതിലൂടെ ലക്ഷ്യമിട്ട ഉയർന്ന വരുമാനവും നികുതി വെട്ടിപ്പ് നിയന്ത്രണവും ഗവൺമെന്റിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും നികുതി കറക്റ്റായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നികുതി നിരക്ക് കുറച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആ നികുതി നിരക്ക് കുറച്ചിലൂടെ ലക്ഷ്യമിട്ടത് എന്താണ്? നല്ല ഉയർന്ന വരുമാനം. എല്ലാവരും കറക്റ്റായിട്ട് നികുതി അടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നതാണ് വിചാരിച്ചു. അപ്പൊ ആ നികുതി വെട്ടിപ്പ് നിയന്ത്രണം ഒക്കെ ഗവൺമെന്റിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊന്നും പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല? സഹായിച്ചില്ല. കൂടാതെ കസ്റ്റംസ് തീരുവ കുറച്ചതിലൂടെയും നികുതി വരുമാന വർധനവിനുള്ള സാധ്യത കുറയുകയാണ് ഉണ്ടായത്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ നൽകിയിരുന്ന നികുതി ഇളവുകൾ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് രാജ്യത്തിന്റെ വികസനക്ഷേമ ചെലവുകളെയൊക്കെ ദോഷമായിട്ട് ബാധിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ ടാക്സ് ഒക്കെ കുറച്ചത് എന്ത് ചെയ്തു? അതൊക്കെ നേരെ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിന് വിപരീതമായിട്ട് സംഭവിക്കുക
സംഭവിക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും ഉണ്ടായ ആഗോളവൽക്കരണ പ്രക്രിയ കൊണ്ട് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി വികസ്വര രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു എന്ന അഭിപ്രായമുണ്ട്. ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വികസ്വര രാജ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു എന്നുണ്ട്. കൂടാതെ ഉയർന്ന സാങ്കേതിക വിദ്യയും അന്താരാഷ്ട്ര തലത്തിൽ വികസ്വര രാജ്യങ്ങളിലെ വൻ വ്യവസായങ്ങൾക്കുള്ള സാധ്യതകളും ഇതിന്റെ ഗുണഫലങ്ങളായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നോക്കൂ, ഇതിലിപ്പോ വേറൊന്നും പറയാനില്ല. ഇത് നിങ്ങൾ പഠിക്കുക. ഈ സിർസില്ല ദുരന്തം വൈദ്യുതി നിരക്ക് കൂട്ടി സബ്സിഡി കുറയ്ക്കുകയും ചെയ്തു. ഓക്കെ, സബ്സിഡി മൊത്തം നീക്കം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? വൈദ്യുതി നിരക്ക് അങ്ങോട്ട് കൂട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ദുരന്തമാണ് സിർസില്ല ദുരന്തം. സിർസില്ല ദുരന്തം എവിടെ നടന്നു ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ചെറിയ പട്ടണമായ സിർസില്ലയിലെ 50 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത സംഭവമാണ് കേട്ടോ. അപ്പൊ വൈദ്യുതി സബ്സിഡി കുറച്ചുകൊണ്ട്, അതായത് മൊത്തമായിട്ട് വൈദ്യുതി സബ്സിഡി നീക്കം ചെയ്തുകൊണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന, അപ്പൊ നാളെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ, സിർസില്ല ദുരന്തം നടന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. സിർസില്ല ആന്ധ്രാപ്രദേശിലാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈദ്യുതി സബ്സിഡി നിരക്ക് ഇല്ലാതാക്കിക്കൊണ്ട് വൈദ്യുതി ചാർജ് കൂട്ടി നടന്ന സംഭവമാണ്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആഗോള സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസിത രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ വിപണി കണ്ടെത്താനുള്ള തന്ത്രമാണ് ആഗോളവൽക്കരണം എന്ന അഭിപ്രായവും വിമർശകർ പങ്കുവെക്കുന്നുണ്ട്. ഇവരുടെ അഭിപ്രായത്തിൽ ദരിദ്ര രാജ്യങ്ങളിലെ മനുഷ്യരുടെ ക്ഷേമവും സ്വത്വബോധവും ആഗോളവൽക്കരണ നയങ്ങൾ ഇല്ലാതാക്കി മാത്രമല്ല, വിപണി അടിസ്ഥാനമാക്കിയിട്ടുള്ള ആഗോളവൽക്കരണ നയങ്ങൾ ജനങ്ങൾക്കിടയിലും രാജ്യങ്ങൾക്കിടയിലും വലിയ അസമത്വം സൃഷ്ടിച്ചു. ഇതിന്റെ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ 1990കളുടെ ആദ്യത്തിൽ ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ട് ചില പഠനങ്ങൾ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിലെ ആഴത്തിലുള്ള അസമത്വമാണ്. എല്ലാ കാര്യത്തിലും അസമത്വമാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാം വിദേശങ്ങൾക്ക് നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ത്യയിലുള്ള ജനങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറെ വ്യവസായങ്ങൾ നമ്മൾ ഇന്ത്യയിലൊക്കെ തുടങ്ങിയിട്ട് ആ വ്യവസായങ്ങളിൽ നിന്നും കുറെ കയറ്റുമതി ചെയ്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കാം അല്ലെ. പക്ഷെ ഗവൺമെന്റ് എന്താ ചെയ്തത്? വിദേശങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കാർഷിക മേഖലയ്ക്കും ആയിക്കോട്ടെ, തൊഴിൽ മേഖലയും വ്യവസായ മേഖലയ്ക്കും ഒക്കെ എന്ത് ചെയ്തത്? വൻ തിരിച്ചടി നേരിട്ടത്. ഈ പ്രതിസന്ധി മറികടക്കാൻ തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ അസമത്വം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ. അസമത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്ത് പുതിയ സാമ്പത്തിക പരിഷ്കാരം. ഈ നയങ്ങൾ രാജ്യത്തെ ചെറിയ ശതമാനം വരുന്ന സമ്പന്നരുടെ വരുമാനവും ഉപഭോഗവും വർദ്ധിക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗമായ കാർഷിക വ്യവസായ മേഖലകളെക്കാൾ രാജ്യത്ത് വളർന്നു വന്നു വികസിച്ചത് സേവന മേഖലയിലുള്ള വാർത്താവിനിമയ, വിവര സാങ്കേതിക വിദ്യ, പണമേഖല, വിനോദം, യാത്ര, അതിഥി സേവനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയാണ്. അതായത് ഇവിടെ പഠിക്കേണ്ടത്, പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ പ്രാഥമിക ദ്വിതീയ മേഖലകൾ തകരുകയും തൃതീയ മേഖല എന്ത് ചെയ്തു? വികസിക്കുകയുമാണ് ചെയ്തത്. ഇത് വികസിച്ചു. ഇതിനെല്ലാം എന്താണ്? നഷ്ടമാണ് സംഭവിച്ചത് കേട്ടോ. ഇത് മനസ്സിലാക്കാം. പുത്തൻ സാമ്പത്തിക ഇനി നോക്കാം. നമുക്ക് ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ക്രോഡീകരിച്ചതാണ്. കുറഞ്ഞു വരുന്ന വിദേശ നാണയം, കയറ്റുമതി വർധനവിനല്ലാതെയുള്ള ഇറക്കുമതി വർധനവ്, ഉയർന്ന തോതിലുള്ള വിലക്കയറ്റം എന്നീ പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി, അന്താരാഷ്ട്ര സംഘടനകളായ IMF-ന്റെയും ലോകബാങ്കിന്റെയും സമ്മർദ്ദം മൂലമാണ് 1991 ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുറക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളില്ലേ, അതെല്ലാം കൂടിയിട്ട് ഒരു പോയിന്റ് ആക്കി തന്നിരിക്കുകയാണ്. 1990 അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും വ്യവസായ മേഖല, ധനകാര്യ മേഖല എന്നിവയിലാണ് വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. പഠിച്ചില്ലേ? വിദേശകാര്യ മേഖലയിലാട്ടെ പ്രധാനമായും വിദേശ നാണയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കലും ഇറക്കുമതി ഉദാരവൽക്കരണവുമായിരുന്നു. പൊതുമേഖലയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ പ്രാധാന്യം കുറച്ച് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കണമെന്ന് അഭിപ്രായ സമന്വയം ഉണ്ടായിരുന്നു. മൂലധന നിക്ഷേപത്തിന്റെ സ്വകാര്യവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണ നടപടിയിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത്. വായിച്ചുപോയ കാര്യങ്ങളാണ്. ആഗോളവൽക്കരണം എന്നത് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും പരിണിത ഫലമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ഉദ്ഗ്രഥിപ്പിക്കുക എന്നതാണ് ഇതിനർത്ഥം. പുറംപണി കരാർ എന്നത് ഉയർന്നു വരുന്ന ഒരു ബിസിനസ് പ്രവർത്തനമാണ്. ആഗോള വിഭവങ്ങളുടെ ഏറ്റവും മികച്ച ഉപഭോഗം ഉറപ്പുവരുത്തുന്നതിന് നിയമാധിഷ്ഠിത വ്യാപാര വാഴ്ച സ്ഥാപിക്കുക എന്നതായിരുന്നു ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യം. പരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക മേഖല, വ്യവസായ മേഖല എന്നിവയിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞു, സേവന മേഖലയിൽ വളർച്ചാ നിരക്ക് കൂടി. പരിഷ്കരണങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഗുണപ്രദമായിരുന്നില്ല, പൊതു നിക്ഷേപം കുറയുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ വിലയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും കുറഞ്ഞ മൂലധന നിക്ഷേപവും വ്യവസായ മേഖലയിലെ വളർച്ച കുറയാനായിട്ട് ഇടയാക്കി. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു പോയതാണ്. അതൊന്നുകൂടി ഒരു ടേബിൾ ആക്കി തന്നിരിക്കുന്നു എന്ന് മാത്രമാണ്.
പിന്നെ നോക്കിക്കേ GDP-യില് വളർച്ചാ നിരക്ക് ഓരോ വർഷങ്ങൾ 2010-11 നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 9.3%. അതൊന്നും കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സുസ്ഥിര വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു ബോക്സ് ആയിട്ട് നമ്മുടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് 2010-11 ഒന്ന് നോക്കി വെക്കുക, 9.3 ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ലെസൺ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല റിസ്ക് എടുത്തിട്ടാണ് എക്സാമിന്റെ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അപ്പൊ എനിക്കിപ്പോ ഈ ഒരു ലെസൺ വായിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ലെസൺ തീർക്കാൻ പറ്റും, വായിച്ച് തീർക്കാൻ പറ്റും. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വായിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ 1.5 മണിക്കൂർ ടൈമാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കലും അല്ലാതെ നമ്മൾ വെറുതെ സമയം ചിലവാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. താഴെ കമന്റ് കൂടി കൂട്ടുകാർ രേഖപ്പെടുത്തിയിട്ട് പോകണം. ഇത്രയും 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് മതി ഒരു ടൈപ്പ് ചെയ്യാൻ അല്ലേ? അതും കൂടി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരാളായിട്ട് കണ്ടിട്ട് ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ക്ലാസ്സുകളൊന്നും പ്ലേലിസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പൊ പുതിയതായി വന്ന കൂട്ടുകാരോടായിട്ട് പറയാണ്, കേരള ഭരണ സംവിധാനവും അതുപോലെ സുപ്രധാന നിയമങ്ങളും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ 57ഓളം 2021 ശേഷം നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 57 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. പിന്നെ നമ്മുടെ ഭരണ സംവിധാന ക്ലാസ് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടം ക്ലാസ് അല്ല, A to Z പോയിന്റ് പറഞ്ഞിട്ട് പോയിട്ടുള്ള ക്ലാസ്സുകളാണ്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ നല്ല മാർക്ക് അടുത്ത വരാൻ പോകുന്ന എക്സാമുകൾ നിങ്ങളുടെ കൈപ്പിടിയിൽ നിങ്ങൾക്ക് ഒതുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ക്ലാസ്സുകൾ കണ്ടു നോക്കുക, പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓരോ ദിവസവും നിങ്ങളുടേതാക്കി മാറ്റുക. ഓക്കെ, നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.